നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ റീജ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ചാണ്. ഡൽഹി സുൽത്താൻസ് ഇതാണ് നമ്മളുടെ ഇന്നത്തെ ചാപ്റ്റർ. അപ്പൊ നിങ്ങൾക്ക് ഡൽഹി എന്താണെന്ന് അറിയത്തില്ലേ? നമ്മുടെ ക്യാപിറ്റൽ ആണല്ലേ, ഇന്ത്യയുടെ ക്യാപിറ്റൽ ആണ് എന്ത്? ഡൽഹി. അപ്പൊ ഡൽഹിയിൽ പണ്ട് ഭരിച്ച ഒരു രാജവംശത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആരൊക്കെ ഡൽഹിയിൽ ഭരിച്ചു, എന്താണ് ഇവിടെ സംഭവിച്ചത്, അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാം. റെഡിയാണോ? എല്ലാവരും റെഡിയല്ലേ? ഓക്കെ. അപ്പോ ഡൽഹിയെ കുറിച്ച് പറയുമ്പോ ഡൽഹിയില് പണ്ട് ഇവിടെ ഭരണം നടത്തിയിരുന്നത് തോമരന്മാരും ചൗഹാന്മാരും ഒക്കെ ആയിരുന്നു. അപ്പൊ ഇവരാണ് ഇവിടെ നേരത്തെ എന്ത് ചെയ്തത്? ഈ ഡൽഹി എന്ന് പറയുന്ന സ്ഥലം ആരുടെ അണ്ടറിലായിരുന്നു? തോമരൻ, അതായത് ചൗഹാന്മാരുടെ അണ്ടറിലായിരുന്നു. അതുപോലെ തന്നെ തോമരൻസിന്റെ ഒക്കെ കയ്യിലായിരുന്നു. അപ്പൊ ഡൽഹി എന്തായി മാറി? ഒരു ഭയങ്കര പ്രധാനപ്പെട്ട ഒരു സെന്ററായി മാറി, കൊമേഴ്ഷ്യൽ സെന്ററായി മാറുന്നു. ഓക്കെയാണ്. അപ്പൊ ആരായിരുന്നു ആദ്യം ഡൽഹി ഭരിച്ചുകൊണ്ടിരുന്നത്? തോമരാസ്. പിന്നെ ആരെ പറയണം? ചൗഹാൻസ്. ചൗഹാൻസ് ആയിരുന്നു ഡൽഹി ഭരിച്ചിരുന്നത് എന്ന് പറയണം. അപ്പൊ ഇവിടെ ആണെങ്കിൽ ജനങ്ങളെ നോക്കുമ്പോ ജൈന മതത്തിലുള്ള ആളുകൾ, നമ്മൾ മതങ്ങൾ പറയുമ്പോ പറയാറില്ലേ, മുസ്ലിംസ്, ഹിന്ദുസ്, ക്രിസ്ത്യൻസ്, ജൈനർ, ബുദ്ധർ എന്നൊക്കെ പറയാറില്ലേ? അങ്ങനെ വളരെ സമ്പന്നരായിട്ടുള്ള ജൈന മതത്തിലെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. വളരെ റിച്ച് ആയിട്ടുള്ള ജൈന മതത്തിലെ കച്ചവടക്കാർ ഇവിടെ ഉണ്ടായിരുന്നു, ഈ സിറ്റിയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അവര് ജൈന മതവുമായി ബന്ധപ്പെട്ട് കുറെ ക്ഷേത്രങ്ങളൊക്കെ നിർമ്മിച്ചു. അപ്പൊ അവരവരുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു? ക്ഷേത്രങ്ങളൊക്കെ നിർമ്മിച്ചു. അവിടെ ഒരു കോയിനും വന്നു. എന്താണ് ഈ കോയിന്റെ പേര്? ഡേലി വാൾ എന്ന് അറിയപ്പെടുന്ന കോയിൻസും ഉണ്ടായിരുന്നു. അപ്പോ ഡൽഹി വാൾ എന്നൊക്കെ പറയാം, ഡൽഹി വാൾ എന്നൊക്കെ പറയാം. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന കോയിൻസിന്റെ പേരെന്താ? ഡൽഹി വാൾ എന്നറിയപ്പെടുന്ന ഒരു കോയിൻസ് ഇവിടെ അച്ചടിക്കപ്പെട്ടിരുന്നു, നാണയങ്ങൾ അച്ചടിക്കപ്പെട്ടിരുന്നു. എല്ലാവർക്കും മനസ്സിലായോ? ഇന്ത്യയുടെ ക്യാപിറ്റൽ ഏതാണ്? ഡൽഹിയാണ്. ഡൽഹി ഒരു സംസ്ഥാനമാണോ യൂണിയൻ ടെറിട്ടറി ആണോ? ഡൽഹി ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. അപ്പൊ നമ്മളുടെ ഈ ഡൽഹി ഇന്ന് ഈ ഡൽഹിയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ ഡൽഹിയിൽ നേരത്തെയൊക്കെ ഭരണം നടന്നിരുന്നത് എന്നൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ പറഞ്ഞു, ഇവിടെ തോമരന്മാരും ചൗഹാന്മാരും ഒക്കെ ഭരിച്ചു. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? ഇവിടെ ഭയങ്കര പണക്കാരായിട്ടുള്ള, വെരി റിച്ച് ആയിട്ടുള്ള ജൈന മതക്കാരുണ്ടായിരുന്നു. ക്ലിയർ അല്ലേ? എന്നിട്ട് ഇവിടെ പ്രസിദ്ധമായ ഒരു നാണയത്തെ കൂടി നമ്മൾ ചർച്ച ചെയ്തു. ഈ നാണയത്തിന്റെ പേരാണ് ഡൽഹി വാൾ. ഡൽഹി വാൾ എന്നൊക്കെ നിങ്ങൾക്ക് ഓർത്തു വെക്കാം. ഡൽഹി വാൾ എന്നാണ് ഈ നാണയത്തെ അറിയപ്പെട്ടത്. അപ്പൊ ഡൽഹി നമ്മുടെ ഒരു ക്യാപിറ്റലിലേക്ക് മാറുന്നത്, വലിയ ഒരു തലസ്ഥാനമായി ഇത് മാറ്റപ്പെടുന്നത് 13th സെഞ്ചുറിയിലാണ്. അപ്പോ 13th സെഞ്ചുറി 1300-കളിലാണ്. ഇപ്പൊ നമ്മൾ ഏത് സെഞ്ചുറിയിലാണ്? 21ാം നൂറ്റാണ്ടിലാണ്. 2000-ൽ അല്ലെ? നമ്മളിപ്പോ 2025 നിൽക്കുകയാണ്. 2000 അല്ലെങ്കിൽ 2001 2100 വരെ 21ാം നൂറ്റാണ്ടാണ്. അപ്പൊ ഇത് 13ാം നൂറ്റാണ്ടുകളിൽ, അതിലേതോ ഒരു വർഷം എന്ന് മാത്രമേ ഉള്ളൂ, 13ാം നൂറ്റാണ്ടുകളിലാണ് ഡൽഹി ഒരു മികച്ച ക്യാപിറ്റലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം ഭയങ്കര പണക്കാരായിട്ടുള്ള ജൈന കച്ചവടക്കാരൊക്കെ ഉണ്ട്. അപ്പൊ കച്ചവടക്കാരൊക്കെ പൈസക്കാരൊക്കെ ആവുമ്പോൾ അവിടെ മൊത്തത്തിലൊരു വികസനമൊക്കെ ഉണ്ടാകും. പിന്നെ ഇവിടെ കുറെ ക്ഷേത്രങ്ങളൊക്കെ നിർമ്മിച്ചിരുന്നു. ക്ലിയർ ആണ്? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അപ്പോ ഇങ്ങനെ ഒരുപാട് ഈ ഡൽഹി സുൽത്താൻമാർ എന്ത് ചെയ്തു? കുറെ നഗരങ്ങളൊക്കെ അവിടെ സൃഷ്ടിച്ചു. അപ്പൊ ഡൽഹിയില് പ്രസിദ്ധമായ ഒരുപാട് കുറെ സിറ്റീസ് ഒക്കെ അവിടെ ഉണ്ടായി. അങ്ങനെ നമ്മൾ ഇന്ന് അറിയപ്പെടുന്ന ഡൽഹിയിലേക്ക് നമ്മുടെ ഡൽഹി വളർന്നു. സിനിമയിലൊക്കെ പറയത്തില്ലേ, പഴയ ഡൽഹി അല്ലടാ പുതിയ ഡൽഹി എന്നൊക്കെ പറയത്തില്ലേ? അതുപോലെ പണ്ടത്തെ രീതിയിൽ നിന്ന് സാധാ ഒരു സ്ഥലമായിരുന്നു. അവിടെ കുറെ വലിയ പണക്കാരൊക്കെ വന്നു. അവിടെ ഭരണം നടത്തിയ ആളുകൾ കുറച്ച് മികച്ചതായി. അപ്പോഴത്തേക്ക് ഇത് വലിയൊരു ക്യാപിറ്റലായി മാറുന്നു. വലിയ നഗരങ്ങളൊക്കെ വരുന്നു, വലിയ സിറ്റികളൊക്കെ വരുന്നു. ഇവിടെ വലിയ സാമ്പത്തിക ശക്തി ഉണ്ടാകുന്ന വലിയൊരു ക്യാപിറ്റലായി നമ്മുടെ ഡൽഹി മാറി. ക്ലിയർ ആണോ?
എല്ലാവർക്കും മനസ്സിലായോ? അപ്പൊ ഡൽഹിയിലുള്ള ആ ഒരു നാണയത്തിന്റെ പേരെന്ന് പറഞ്ഞേ ഡെയിലി വാൾ. നാണയത്തിന്റെ പേരെന്ന് പറഞ്ഞേ ഡെയിലി വാൾ. ക്ലിയർ ആണ്? ജൈന മതക്കാരെ അവരുടെ ക്ഷേത്രങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടില്ലേ? ഡെയിലി വാളിനെ കുറിച്ച് കേട്ടോ? ക്ലിയർ ആണോ? ഏത് സെഞ്ചുറിയിലാണ് ഇത് സംഭവിച്ചത്? 13th സെഞ്ചുറിയിലാണ് ഡൽഹി ഒരു വലിയ ക്യാപിറ്റൽ ആയിട്ടൊക്കെ മാറുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ആരുടെ അണ്ടറിലായിരുന്നു ഡൽഹി? തോമരാസിന്റെയും ചൗഹാൻസിന്റെയും അണ്ടറിലായിരുന്നു. ഇത്രയും സെറ്റാണോ? എല്ലാവരും പറയണം, സെറ്റ് എന്ന് പറയണം. സെറ്റ് എന്ന് പറഞ്ഞാലേ പറ്റൂ. ക്ലിയർ ആണ്? അപ്പോ ഡൽഹി എന്ന് പറയുമ്പോൾ അവരുടെ ഭാഷ എന്തായിരുന്നു? ഡൽഹിയില് നമ്മൾ ഇന്ന് കേരളം എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാഷ എന്താണ്? മലയാളം. തമിഴ്നാട് എന്ന് പറയുമ്പോൾ ഭാഷ എന്താണ്? തമിഴ്. ക്ലിയർ ആണ്? കർണാടക എന്ന് പറയുമ്പോൾ ഭാഷ എന്താണ്? കന്നഡ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? ഇനി ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്താണ്? ഹിന്ദി. ഹിന്ദി. ക്ലിയർ അല്ലേ? അതുപോലെ ഡൽഹിയുടെ ഭരണഭാഷ ഒഫീഷ്യൽ ലാംഗ്വേജ് പേർഷ്യ ആയിരുന്നു. എന്താണ് ലാംഗ്വേജ്? കമന്റ് ചെയ്യുന്നില്ല കേട്ടോ. കമന്റ് ചെയ്യുന്നില്ല മിസ് പെണ്ണും. എല്ലാവരും കമന്റ് ചെയ്യണം. അപ്പോ എന്താണ് ഡൽഹിയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ്? എന്താണ് ഒഫീഷ്യൽ ലാംഗ്വേജ്? അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? പേർഷ്യ ആണ് ഒഫീഷ്യൽ ലാംഗ്വേജ്. മനസ്സിലായി? നമ്മൾ എന്തൊക്കെ പറഞ്ഞു? നമ്മൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറാവും. മനസ്സിലായോ? റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാലേ നമുക്ക് ഇങ്ങനെ ഓർത്തെടുക്കാൻ പറ്റും. ക്ലിയർ ആണ്? അപ്പൊ തോമരാസും ചൗഹാൻസും ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായി. ഇവിടെ കുറെ പണക്കാരായിട്ടുള്ള ജൈന മതക്കാരുണ്ടായിരുന്നു. ടെമ്പിളൊക്കെ നിർമ്മിച്ചു എന്ന് മനസ്സിലായി. 13ാം സെഞ്ചുറി ആയപ്പോൾ ഡൽഹി എന്തായി മാറി? ഒരു ക്യാപിറ്റലായി മാറി എന്നും പിടികിട്ടി. വലിയ ഒരു സമ്പന്നമായ ഡൽഹിയായി മാറി എന്ന് പിടികിട്ടി. അപ്പൊ ഡൽഹിയിൽ കുറെ നഗരങ്ങളൊക്കെ വന്നു എന്ന് മനസ്സിലായി. പിന്നെ നമ്മൾ പറഞ്ഞു ഡൽഹിയില് ഒരു ഭരണഭാഷ ഉണ്ടായി. ആ ഭാഷയുടെ പേരാണ് പേർഷ്യ. ഏതാണ് ആ ഭരണഭാഷയുടെ പേര്? പേർഷ്യ. കണ്ടോ? എല്ലാരും കമന്റ് ചെയ്തു. ഭരണഭാഷയുടെ പേരാണ് പേർഷ്യ. ഇനി നമുക്ക് താരിഖ്, ഡൽഹി സുൽത്താൻമാരെ കുറിച്ച് പറയുമ്പോൾ താരിഖ് എന്നോ തവാരിഖ് എന്ന്, നമ്മൾ സിംഗുലർ ആയിട്ട് ഒരാളെ വിളിച്ചാൽ താരിഖ്, പ്ലൂറൽ ആയിട്ട് കുറെ ആളുകളെ വിളിക്കുകയാണെങ്കിൽ തവാരിഖ് എന്ന് പറയാം. ഇപ്പോ നമ്മൾ പറയുകയാണ് കുട്ടി എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയേ ഉള്ളൂ, ഒരാളേ ഉള്ളൂ. കുട്ടികൾ എന്ന് പറഞ്ഞാൽ അത് ഒന്നിൽ കൂടുതൽ എത്രയാകാം? 2 ആകാം, 5 ആകാം, 10 ആകാം, 20 ആകാം, 50 ആകാം, 100 ആകാം. അല്ലെ? അതാ അവിടെ ഒരു പെൺകുട്ടി നിൽക്കുന്നു. അപ്പൊ പെൺകുട്ടി ഒരു കുട്ടിയല്ലേ ഉള്ളൂ. എന്നാൽ 5 പെൺകുട്ടികൾ നിൽക്കുന്നു. അല്ലെ? കുട്ടികൾ വരുമ്പോ 5ഓ 10ഓ 100ഓ എത്ര വേണമെങ്കിലും ആകാം. അതുപോലെ ഒരാളെ ഉള്ളെങ്കിൽ താരിഖ് എന്നും, ഒന്നിലധികമാണെങ്കിൽ തവാരിഖ് എന്നും പറയാം. ക്ലിയർ ആണ്? ഇതിനെയാണ് ചരിത്രം എന്ന് പറയുന്നത്. ഡൽഹി സുൽത്താൻമാരെ കുറിച്ചുള്ള ചരിത്രങ്ങളെയാണ് താരിഖ് അല്ലെങ്കിൽ തവാരിഖ് എന്ന് അറിയപ്പെടുന്നത്. വാല്യുബിൾ ആയിട്ടുള്ള ഹിസ്റ്റോറീസ് ആണ്. നമുക്ക് ഈ ചരിത്രങ്ങളൊക്കെ വായിക്കുമ്പോഴാണ് ഡൽഹി എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. കഴിഞ്ഞ 13th സെഞ്ചുറികളിൽ സംഭവിച്ച കാര്യങ്ങളാണ്. ക്ലിയർ അല്ലേ? അപ്പൊ പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും എന്ന് മനസ്സിലായില്ലേ? പണ്ട് നമ്മൾ പഠിച്ചായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിരുന്നു അല്ലെ? പുസ്തകങ്ങളൊക്കെ വേണം നമുക്ക് പഴയ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ. അപ്പൊ അവിടെ എന്തൊക്കെ കണ്ടു അതൊക്കെ കൃത്യമായി ചരിത്ര രേഖകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ താരിഖ് എന്നോ തവാരിഖ് എന്ന് പറയാം. ഇത് വാല്യുബിൾ ഹിസ്റ്റോറീസ് ആണ്. ഡൽഹി സുൽത്താൻസിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. പണ്ട് ഈ രാജാക്കന്മാരാണെങ്കിൽ ഓരോരുത്തര് ഈ രാജാക്കന്മാരെയൊക്കെ പുകഴ്ത്തി എഴുതും. ഈ രാജാവ് ഭയങ്കര സംഭവമാണ്, വലിയ വീരനാണ്, കുറെ മൃഗങ്ങളെയൊക്കെ കൊല്ലും, കാട്ടിലൊക്കെ പോയ ആളുകൾക്കൊക്കെ പേടിയാണ്, ഭയങ്കര നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു, സൂപ്പർ ആണെന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തി എഴുതുമ്പോഴത്തേക്ക് രാജാവ് ഇങ്ങോട്ട് വിളിച്ചിട്ട് ഒരു സ്വർണ്ണമാലയും അല്ലെങ്കിൽ കുറെ ഒരു സ്വർണത്തിന്റെ കിഴിയൊക്കെ ഇങ്ങോട്ട് കൊടുക്കും. അപ്പോ ഇവർക്ക് സന്തോഷം, രാജാവിന് സന്തോഷം. ഇപ്പൊ രാജാവിനെ പുകഴ്ത്തുമ്പോൾ എന്ത് ചെയ്യും? രാജാവ് സമ്മാനം കൊടുക്കും. അതുകൊണ്ട് എന്ത് ചെയ്യും? പലരും രാജാവിനെ പുകഴ്ത്തി അങ്ങോട്ട് കൃതികൾ എഴുതും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? രാജാവ് പറയത്തില്ലേ ഈ ഒരു വാഴ്ത്തപ്പാട്ടാകട്ടെ. അപ്പൊ ആളുകൾ വാഴ്ത്തപ്പാട്ട് പാടും. രാജാവ് വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞ് പാട്ടങ്ങോട്ട് പാടും. അപ്പൊ രാജാവിന് ഇഷ്ടപ്പെട്ട രാജാവ് ഉടനെ സ്വർണ്ണ കിഴികളാ കൊടുക്കുന്നത്. അപ്പൊ ഇവരെപ്പോഴും എന്ത് ചെയ്യും? രാജാവിനെ പുകഴ്ത്തി ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ക്ലിയർ ആണ്? അപ്പൊ ഈ ഗ്രന്ഥങ്ങള് സെക്രട്ടറിമാർ എഴുതും, അഡ്മിനിസ്ട്രേറ്റേഴ്സ് എഴുതും, കവികൾ എഴുതും. അങ്ങനെ ഓരോരുത്തരും മത്സരമാണ്. കൊട്ടാരത്തിലെ പല ഉദ്യോഗസ്ഥരും എഴുതും.
അപ്പൊ ഇങ്ങനെ എഴുതുമ്പോൾ അവർക്ക് പാരിതോഷികങ്ങൾ കിട്ടും, അതുപോലെ അവർക്ക് വലിയ വലിയ സ്ഥാനങ്ങളൊക്കെ കിട്ടും. രാജാവിന് ഇഷ്ടപ്പെട്ട ഉടനെ കൊട്ടാരം കവിയാക്കും, കൊട്ടാരത്തിൽ ഏതെങ്കിലുമൊക്കെ വലിയ സ്ഥാനങ്ങൾ അങ്ങ് കൊടുക്കും. ക്ലിയർ ആണോ? അപ്പൊ ഇവരെന്ത് ചെയ്യും? ഈ ഭരണത്തെ കുറിച്ചൊക്കെ ഉപദേശങ്ങളൊക്കെ നൽകുന്ന ആളുകളാണ് ഇവരൊക്കെ. ഇവരൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? നീതിപൂർവമായി എങ്ങനെ ഭരിക്കണം, ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്നൊക്കെ പല ആശയങ്ങളും ഇവര് സംഭാവന ചെയ്യുന്നവരാണ്. ഇങ്ങനെയൊക്കെ നീതിപൂർവമായി ജനങ്ങൾക്ക് എങ്ങനെ നല്ല രീതിയിൽ ഭരണം കാഴ്ചവെക്കാം എന്നുള്ള ആശയങ്ങൾ കൂടി ഇവര് രാജാവിന് കൊടുക്കുമായി. ഇത്രയും കാര്യങ്ങൾ പിടികിട്ടിയോ? ഇത് കണ്ടോ, തവാക്ക് ഇവർ എഴുതുന്നത് കണ്ടോ, കഷ്ടപ്പെട്ട്. ഇന്നത്തെ കൂട്ട് പേനയോ പേപ്പറോ അല്ലെങ്കിൽ പ്രിന്ററോ കമ്പ്യൂട്ടറോ ഒന്നുമില്ല. ഇവരിങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ കൊത്തി 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 ഓരോ പേജുകളും ഇങ്ങനെ തയ്യാറാക്കുകയാണ്. അവസാനം ഇതെന്തായി മാറുന്നു? വലിയൊരു ബുക്കായി മാറുന്നു. ഭയങ്കര പാടുപെട്ടാണ് ഇവർ ഈ ചെയ്യുന്നത്. കണ്ടോ, ഇത്രയും 8 പേപ്പറുകളാണ്. ഓരോന്നിലും ഇങ്ങനെ കുത്തിയിരുന്ന് പതുക്കെ 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 ചെയ്ത് അതിന് പടമൊക്കെ വരച്ച് സെറ്റാക്കിയാണ് ഇത്രയും കഷ്ടപ്പെട്ടിത് ചെയ്തെടുക്കുന്നത്. കാണുന്നുണ്ടോ? എല്ലാരും കണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ തവാരിക്കിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഈ തവാരിക്ക് എന്ന് പറയുന്ന ആളുകൾ കൂടുതലും നഗരങ്ങളിലാണ് താമസിച്ചത്. പ്രധാനമായിട്ട് അവർ ഡൽഹിയിൽ തന്നെയാണ് താമസിച്ചത്. അങ്ങനെ വില്ലേജുകളിലോ ഗ്രാമങ്ങളിലോ താമസിച്ചവർ വളരെ റേറാണ്. കൂടുതൽ തവാരിക് ഈ ഹിസ്റ്ററിയൊക്കെ എഴുതിയ കൂടുതൽ ആളുകൾ എവിടെയാണ്? സിറ്റികളിലാണ്. പ്രധാനമായും ഒരു ഡൽഹി തന്നെയാണ് താമസിച്ചത്. ഗ്രാമത്തിലൊക്കെ താമസിച്ചവർ വളരെ കുറവാണ്, ഇല്ലെന്ന് തന്നെ പറയാം. ഇനി ഇവര് രാജാവിനെ കുറിച്ചും ഡൽഹി സുൽത്താൻമാരെയൊക്കെ കുറിച്ച് എഴുതി. എന്തിനു വേണ്ടിയിട്ടാണ്? ചരിത്രങ്ങൾ എഴുതിയത് വലിയ അവാർഡ്സ് ഒക്കെ കിട്ടും, ഒന്നെങ്കിൽ വലിയ സ്ഥാനമാനങ്ങൾ കിട്ടും, അല്ലെങ്കിൽ വലിയ സ്വർണ്ണ കിഴി കിട്ടും. ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചാണ് ഇവർ ഈ രേഖകൾ എഴുതിയത്. അപ്പൊ രാജാവിന് എന്തെങ്കിലും മോശമുണ്ടെങ്കിൽ അവര് കാണിക്കത്തില്ല. രാജാവ് വലിയ സംഭവമാണെന്നേ പറയത്തുള്ളൂ. അല്ലാതെ രാജാവ് ഇച്ചിരി കുഴപ്പമാണെന്ന് പറഞ്ഞാൽ അന്നേരം പിടിച്ച് കഴുത്തറുത്തങ്ങ് കൊല്ലും. അതുകൊണ്ട് രാജാവിന്റെ നേട്ടങ്ങൾ മാത്രമേ ഇവർ എഴുതുകയുള്ളൂ. ഇനി മറ്റൊരു കാര്യം, ജന്മാവകാശത്തെ കുറിച്ച്. അതുപോലെ തന്നെ ബർത്ത് റൈറ്റ്, ജന്മാവകാശം, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, അപ്പൊ ആൺപെൺ വ്യത്യാസങ്ങൾ, അങ്ങനത്തുള്ള ഡിസ്ക്രിമിനേഷനെ കുറിച്ചൊക്കെ ഇവരുടെ വരികളിൽ ഉണ്ടായിരുന്നു. അപ്പൊ ജന്മാവകാശത്തെ കുറിച്ച്, ലിംഗഭേദം അല്ലെങ്കിൽ ജെൻഡർ ഡിസ്ക്രിമിനേഷൻസിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്തു? ഇവരുടെ രചനകളിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇവരെപ്പോഴും ഒരു ഐഡിയൽ സോഷ്യൽ ഉണ്ടാകണം, ഒരു നല്ല ഭരണം ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചാണ് ഈ കൃതികളൊക്കെ രചിച്ചിരിക്കുന്നത്. ഓക്കെയാണ്. എന്നാൽ എല്ലാവരും എല്ലാ റൂളേഴ്സും വായിച്ചിട്ട് ഇവർ പറയുന്നത് പോലൊന്നും ഫോളോ ചെയ്യണം എന്നില്ല. എല്ലാവരും ഒന്നും ഇതൊന്നും ഫോളോ ചെയ്തിട്ടില്ല എന്ന് കൂടി നമുക്ക് ഓർക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങള് മനസ്സിലാകുന്നുണ്ടോ? എല്ലാരും ഒന്ന് ശ്രദ്ധിക്കണേ. എല്ലാവർക്കും പിടികിട്ടുന്നുണ്ടോ? നമ്മൾ എന്തൊക്കെ പറഞ്ഞു? നമ്മൾ പറഞ്ഞു ഡൽഹി ഇന്നത്തെ വലിയ ക്യാപിറ്റലായി മാറിയത് ഏത് സെഞ്ചുറിയിലാണ്? 13th സെഞ്ചുറിയില്. ഡൽഹിയുടെ ഭരണഭാഷ എന്തായിരുന്നു? പേർഷ്യൻ. ക്ലിയർ ആണോ? ഡൽഹിയില് ഒരു റിച്ച് പീപ്പിളിനെ കണ്ടു, അത് ജൈന മതക്കാരാണ്. ആരാണ് ഭരിച്ചിരുന്നത്? തൊമരാസും ചൗഹാൻസുമാണ്. ഇപ്പൊ കൊമേഴ്ഷ്യൽ പ്ലോട്ടായി ഡൽഹി മാറുകയാണ്. ഒരുപാട് നഗരങ്ങളൊക്കെ വന്നു, വലിയ റിച്ച് ആയി മാറി. അങ്ങനെ നമ്മളുടെ ക്യാപിറ്റലായി ഡൽഹി മാറി. പിന്നീട് നമ്മൾ പറയുന്നത് ഡൽഹിയുടെ ഭാഷ. പിന്നെ ഇങ്ങനെ ഒരുപാട് രചനകളൊക്കെ നടത്തി അവര് നമുക്ക് താരിഖ് എന്ന സിംഗുലർ ആയിട്ട്, തവാരിഖ് എന്ന പ്ലൂറൽ ആയിട്ട് പറയാം. പിന്നീട് എന്ത് പറഞ്ഞു? ഈ എഴുതിയത് ആരൊക്കെയാണ്? സെക്രട്ടറീസും അഡ്മിനിസ്ട്രേറ്റേഴ്സും കോയേറ്റ്സും കൊട്ടാരത്തിലെ തന്നെ ഉദ്യോഗസ്ഥരും ഒക്കെയാണ്. ഇവർ ഭരണകാര്യങ്ങളിൽ രാജാവിനെ സഹായിച്ചവരാണ്. ഇവർ ഐഡിയൽ ജസ്റ്റിസ് ആയിട്ട് എങ്ങനെ ഭരിക്കാം എന്നുകൂടി അവരുടെ രേഖകളിൽ കുറിച്ചു. ഇങ്ങനെ ഇത്ര കഷ്ടപ്പെട്ടാണ് അവർ എഴുതുമ്പോൾ അവർ കൂടുതൽ ആളുകളും സിറ്റീസിൽ ജീവിച്ചവരാണ്, കൂടുതൽ ഡൽഹിയിൽ തന്നെയാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്? അവർ പ്രതീക്ഷിച്ചിരുന്നു എന്തെങ്കിലുമൊക്കെ പ്രതിഫലം കിട്ടും, രാജാവിനെ ഇത്രയും കിടന്ന് പുകഴ്ത്തുകയല്ലേ, ഇത്രയും കഷ്ടപ്പെട്ട് എഴുതുകയല്ലേ, എന്തെങ്കിലുമൊക്കെ സ്വർണ്ണ കിഴിയോ വലിയ സ്ഥാനമാനങ്ങളോ നോക്കിച്ച് തന്നെയാണ് ഇവർ എഴുതിയത്. അപ്പൊ സോഷ്യൽ, അവരുടെ സാമൂഹിക വ്യവസ്ഥ നല്ലതാവണമെന്ന് ഇവർ ആഗ്രഹിച്ചു. ബർത്ത് റൈറ്റിനെ കുറിച്ച്, ജെൻഡർ ഡിസ്ക്രിമിനേഷനെ കുറിച്ചൊക്കെ ഇവരുടെ വരികളിൽ നിഴലിച്ചു. ഇനി എല്ലാവരും ഇതൊന്നും എന്റെ ഇതിൽ എല്ലാവരും ആശയമൊന്നും പിന്തുടർന്നില്ല. ഇത്രയും കാര്യങ്ങൾ പിടികിട്ടിയോ? ഇത്രയും നോട്ട്സ് ഗ്രൂപ്പിൽ ഇടും കേട്ടോ. ഗ്രൂപ്പിൽ ഈ സെയിം നോട്ട്സ് ഇടും. ആരും വിഷമിക്കേണ്ട, നോട്ട്സ് ഗ്രൂപ്പിൽ ഇടും. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. നമുക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ, കുറെ കാര്യങ്ങൾ പറയാനുണ്ട്.
അപ്പോ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ അപ്പൊ തന്നെ പറയണം, ഞാൻ എത്ര വട്ടം വേണമെങ്കിലും പറഞ്ഞു തരും. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഇനി ഇതാണ് നമ്മുടെ റൂളേഴ്സ് ഓഫ് ഡൽഹി. ആരൊക്കെ ഭരിച്ചു? രജപുത് ഡൈനാസ്റ്റി പഠിച്ചു. രജപുത്രന്മാർ, രജപുത് ഡൈനാസ്റ്റി. അതിനകത്താണ് തൊമരകളും ചൗഹാന്മാരും വരുന്നത്. ആദ്യ തൊമരൻ ആരാണ്? അനംഗപാല. ആദ്യത്തെ ആളാരാണ്? ഇത് PSC ചോദ്യമാണ്. ഡൽഹി നമ്മളുടെ പലപ്പോഴും നിങ്ങൾക്ക് എക്സാമുകൾക്കൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. NMMSനും പല സ്കോളർഷിപ്പ് എക്സാമുകൾക്കും വന്നിട്ടുള്ള ഒരു ചോദ്യമാണിത്. രജപുത്ര ഡൈനാസ്റ്റി ഒക്കെയാണ്. ആരൊക്കെയാണ് ഭരിച്ചത് എന്ന് ചോദിക്കാറുണ്ട്. ആദ്യത്തെ ആളെയാണ് എപ്പോഴും ചോദിക്കുന്നത്. തൊമരനായിട്ടുള്ള അനംഗപാലയാണ് എപ്പോഴും ചോദിക്കുന്നത്. ക്ലിയർ ആണ്? അനംഗപാല 1130 1145. ചൗഹാൻസിലെ തന്നെ പ്രസിദ്ധനായിട്ടുള്ള പൃഥ്വിരാജ് ചൗഹാൻ എന്ന രാജാവിനെ നിങ്ങൾ ഓർക്കുക. പ്രസിദ്ധനായിട്ടുള്ള ചൗഹാൻ രാജാവ് ആരാണ്? പൃഥ്വിരാജ് ചൗഹാൻ. സിനിമാ നടൻ പൃഥ്വിരാജിനെ അല്ലേ എല്ലാവരും ഓർത്തത്? ആണോ? സിനിമാ നടൻ പൃഥ്വിരാജിനെ എത്ര പേര് ഓർത്തു? ചൗഹാൻ, പൃഥ്വിരാജ് ചൗഹാൻ. ഇനി ഇതിനു മുമ്പ് ഏർലി തുർക്കിഷ് റൂളേഴ്സ് ഉണ്ട്. അപ്പൊ 1130 മുതൽ 45 വരെ അനംഗപാല. പിന്നീട് 1165 to 92 ആരാണ് വരുന്നത്? ചൗഹാൻസ് ആണ്. അതിൽ പ്രസിദ്ധരായിട്ടുള്ള രാജാവിനെ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. 1175 to 92 പൃഥ്വിരാജ് ചൗഹാൻ. ഇനി നമ്മൾ തുർക്കിഷ് റൂളേഴ്സിലേക്ക് വന്നു. തുർക്കിഷ് ഫുഡുകളൊക്കെ കഴിക്കാൻ ഇഷ്ടമല്ലേ? അല്ലെ? ടർക്കിഷ് ഡോർമെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പല പല ഹോട്ടൽസ് ഒക്കെ ഉണ്ട്. അവിടെ പോയി ടർക്കിഷ് ഐറ്റംസ് ഒക്കെ കഴിക്കാറില്ലേ? അങ്ങനത്തെ തുർക്കിഷ് ആയിട്ടുള്ള റൂളേഴ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിലൊരാളാണ് ഫേമസ് ആയിട്ടുള്ള ഖുത്ബുദ്ദീൻ ഐബക്ക്. ആരാണ്? ഖുത്ബുദ്ദീൻ ഐബക്ക്. ആദ്യത്തെ ആളെയാണ് നമ്മൾ കണ്ടത്. 1206 to 90 വരെ തുർക്കിഷ് റൂളേഴ്സ് ആണ് പിന്നീട് ഡൽഹി ഭരിച്ചത്. അതിൽ ആദ്യത്തെ ആളെ നമ്മൾ പഠിച്ചു. ആരാണ്? ഖുത്ബുദ്ദീൻ ഐബക്ക്. അടുത്തതാരാണ്? ഷംസുദ്ദീൻ ഇൽത്തുമിഷ് എന്നാണ് ഫേമസ്. അപ്പൊ ഖുത്ബുദ്ദീൻ ഐബക്കായി, ഇൽത്തുമിഷായി. ഇൽത്തുമിഷിന് ശേഷം ഒരു വനിത വന്നു. കണ്ടോ? ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇല്ലായിരുന്നു അവർക്ക്. അതുകൊണ്ട് വനിതകളെയൊക്കെ ഭരണം ഏൽപ്പിച്ചു. അപ്പൊ ആരാണ് ആദ്യ ഡൽഹി ഭരിച്ച വനിത എന്ന് ചോദിക്കാറുണ്ട്. ആരാ? എല്ലാരും ഒന്ന് ഉറക്കെ പറഞ്ഞേ. റസിയ. സിനിമ കണ്ടിട്ടില്ലേ? റസിയ എന്നൊക്കെ ഉള്ള സിനിമ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ക്ലാസ്മേറ്റ്സിൽ റസിയ ഇല്ലേ? സിനിമ ഓർക്കുന്നുണ്ടോ? അപ്പോ ആദ്യമായി വനിത ഡൽഹി ഭരിച്ച വനിതയുടെ പേരാണ് റസിയ. എന്നാണ് ഭരിച്ചത്? 1236 മുതൽ 4 വർഷം ഭരിച്ചോളൂ. 1240 വരെയാണ്. ക്ലിയർ ആണോ? അതിനുശേഷം നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഒരാളെയാണ് പറയുന്നത്. പിന്നെ ഫേമസ് ആയിട്ടുള്ള ഒരാളെയാണ് പറയുന്നത്. ആരാണ്? ഗിയാസുദ്ദീൻ ബാൽബൻ. ബാൽബൻ കഥകളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അനംഗപാല, പൃഥ്വിരാജ് ചൗഹാൻ, പിന്നെ നമ്മൾ ഖുത്ബുദ്ദീൻ ഐബക്ക്, ഇൽത്തുമിഷ്, റസിയ, ബാൽബൻ. അതിനുശേഷം നമ്മൾ ഖിൽജി ഡൈനാസ്റ്റിയിലേക്കാണ് പോകുന്നത്. നമ്മൾ ഖിൽജി എന്നാണ് പറയുന്നത്. പക്ഷെ പുസ്തകത്തിലെല്ലാം ഖൽജി എന്നാണ്. ഓക്കെ. അപ്പൊ ഖൽജി എങ്കിൽ ഖൽജി. ജലാലുദ്ദീൻ ഖൽജി. പിന്നീട് അലാവുദ്ദീൻ ഖൽജി. അലാവുദ്ദീൻ വളരെ ഫേമസ് ആണ്. അലാവുദ്ദീൻ ഖൽജി. അപ്പൊ ഖൽജി രാജവംശത്തെ കുറിച്ച് കണ്ടു. പിന്നീട് തുഗ്ലക് ഡൈനാസ്റ്റിയാണ് വരുന്നത്. അതിൽ ഗിയാസുദ്ദീൻ തുഗ്ലക്, മുഹമ്മദ് തുഗ്ലക്, ഫിറോസ് ഷാ തുഗ്ലക്. പിന്നെ വന്നത് സെയ്ദ് ഡൈനാസ്റ്റിയാണ്. അതിനുശേഷം ലോധി ഡൈനാസ്റ്റി. ഈ ഒരു ഓർഡർ ചോദിക്കാറുണ്ട്. അപ്പൊ ഡൽഹി ഭരിച്ച ആളുകളുടെ ഓർഡർ എന്താണ് എന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ രജപുത് എന്ന് പറയണം. രജപുത്തിൽ ആരാണ് ആദ്യം? തൊമര. എല്ലാരും പറയണേ, ഉറക്ക പറയണേ. തൊമര ആരാണ്? അനംഗപാല. പിന്നീട് ആരെ പറയും? ചൗഹാൻ. അതിൽ ഒരു രാജാവിനെ പറഞ്ഞേ, പൃഥ്വിരാജ് ചൗഹാൻ. ഇനി നമ്മൾ തുർക്കിഷ് റൂളേഴ്സിലേക്ക് പോവുകയാണ്. ഖുത്ബുദ്ദീൻ ഐബക്ക്, ഇൽത്തുമിഷ്, റസിയ, ഗിയാസുദ്ദീൻ ബാൽബൻ. അപ്പൊ ആദ്യം തുർക്കിഷ് ആണ്.
അതിനുശേഷം നമുക്ക് ഖൽജിയിലേക്ക് പോകണം. അലാവുദ്ദീൻ ഖൽജിയും അതിനു മുമ്പ് ജലാലുദ്ദീൻ ഖൽജിയും ഉണ്ട്. ഇനി നമുക്ക് തുഗ്ലക് ഡൈനാസ്റ്റിയാണ്. ഗിയാസുദ്ദീൻ തുഗ്ലക്, മുഹമ്മദ് തുഗ്ലക്, ഫിറോസ് ഷാ തുഗ്ലക്. അപ്പൊ ആദ്യം ഏതാണ് ഓർക്കുന്നത്? രജപുത്ര കണ്ടു, അതിൽ തൊമരയും ചൗഹാനെയും പഠിച്ചു. അതിനുശേഷം തുർക്കിഷിലേക്ക് വന്നു. ആദ്യം കുതുബുദ്ദീൻ ഐബക്ക്, ഇൽത്തുമിഷ്, റസിയ, പിന്നെ ബാൽബനെയാണ് കണ്ടത്. പിന്നീട് ഖൽജി വംശത്തിലേക്ക് വന്നു. ജലാലുദ്ദീൻ ഖൽജിയും അലാവുദ്ദീൻ ഖൽജിയെയും പഠിച്ചു. പിന്നെ നമുക്ക് തുഗ്ലക് ആണ്. അത് ഗിയാസുദ്ദീൻ തുഗ്ലക്കും പിന്നീട് ആരെയാണ് പഠിച്ചത്? മുഹമ്മദ് തുഗ്ലക്കും പിന്നീട് ഫിറോസ് ഷാ തുഗ്ലക്കിനെയും കണ്ടു. ഇത്രയും ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ. ഇനി രണ്ട് വംശമുണ്ട്. സെയ്ദ് ഡൈനാസ്റ്റിയും ലോധി രാജവംശമാണ് ലോധി ഡൈനാസ്റ്റി. സെയ്ദിൽ നമ്മൾ പഠിക്കുന്നത് തിസർഖാനെയും ബഹലൂൽ ലോധിയാണ് ലോധി വംശത്തിൽ പഠിക്കുന്നത്. ബഹലൂൽ ലോധി. അപ്പോ നമ്മൾ 1130 മുതൽ 1489 വരെ ഡൽഹിയിൽ ഭരിച്ചത് ആരൊക്കെയാണ് എന്ന് പറഞ്ഞു. രണ്ടാം അലൈ ദർവാസ, ഇതൊക്കെ എന്താ നമുക്ക് പറയാം. പിന്നെ ഫിറോസ് ഷായുടെ ശവകുടീരമാണ് ഈ കാണുന്നത്. ഇത് കണ്ട ഇൽത്തുമിഷിന്റെ ശവകുടീരമാണ്, ടോംബർ ശവകുടീരമാണ് ഈ കാണുന്നത്. രാജാക്കന്മാരെ എല്ലാവർക്കും പിടികിട്ടിയോ? ഡൗട്ട് ഉണ്ടോ? കമന്റ് ചെയ്യണേ. എല്ലാരും കമന്റ് ചെയ്യണേ. എല്ലാരും കമന്റ് ചെയ്യുക. കമന്റ് ചെയ്തില്ലേ പറ്റില്ല. എല്ലാരും കമന്റ് ചെയ്യുക. എല്ലാരും ഒന്ന് കമന്റ് ചെയ്തേ. ഒന്ന് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യുക. ലൈക്ക് ചെയ്യുക. ഏതൊക്കെ രാജവംശം ഉണ്ടായിരുന്നു? ചൗഹാൻസ് ഉണ്ടായിരുന്നു, തൊമരാസ് ഉണ്ടായിരുന്നു. തൊമരയാണ് ആദ്യം. അനങ്കപാലെ ഓർക്കണം. പിന്നീട് ആരൊക്കെ ഓർത്തോ? നമ്മളുടെ കുതുബുദ്ദീൻ ഐബക്ക്, ഇൽത്തുമിഷ്, റസിയ. പിന്നീട് ആരെ ഓർത്തു? റസിയ കഴിഞ്ഞിട്ട് ആരെയാണ് ഓർത്തത്? ബാൽബനെ ഓർത്തു. ഇനി നമ്മൾ 2-3 രാജവംശത്തെ കുറിച്ച് ഓർക്കാം. തുഗ്ലക് രാജവംശത്തെ ഓർത്തു, സെയ്ദ് രാജവംശത്തെ ഓർത്തു, ലോധി രാജവംശത്തെ ഓർത്തു. ഓർക്കുന്നുണ്ടോ? എല്ലാവർക്കും ക്ലിയർ ആണോ? വീണ്ടും കാണിക്കാം. രജപുത്ര ഡൈനാസ്റ്റി, തൊമര, ചൗഹാൻ, തുർക്കിഷിലേക്ക് വന്നു. കുതുബുദ്ദീൻ ഐബക്ക്, ഷംസുദ്ദീൻ ഇൽത്തുമിഷ് ഓർത്താൽ മതി. റസിയ, ബാൽബനെയോ ഓർക്കുക. പിന്നീട് നമ്മൾ ഖൽജി ഡൈനാസ്റ്റി ഓർക്കണം, തുഗ്ലക് ഡൈനാസ്റ്റി ഓർക്കണം, സെയ്ദ് ഡൈനാസ്റ്റി, ലോധി ഡൈനാസ്റ്റി. ഇതിലെ പ്രസിദ്ധരായിട്ടുള്ള രാജാക്കന്മാരുടെ പേരുകളാണ് നമ്മൾ കണ്ടത്. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഇനി നമുക്ക് പറയേണ്ടത്, ഡൽഹിയില് ഒരു വനിത ഭരിച്ചില്ലേ? ആരായിരുന്നു ആ വനിത? 1236 ആയപ്പോൾ നമ്മുടെ ഇൽത്തുമിഷിന്റെ മകളായിട്ടുള്ള റസിയാണ് ഭരിച്ചത്. അപ്പൊ നമ്മളിവിടെ കണ്ടു 1236 വരെയാണ് ഇൽത്തുമിഷ് ഭരിച്ചത്. ഇൽത്തുമിഷിന് ശേഷം സ്വന്തം മകളായിട്ടുള്ള റസിയ ഭരിക്കുന്നു. വെരി ഇമ്പോർട്ടന്റ്. ഡൽഹി രാജവംശത്തിലെ ആദ്യ വനിതാ ഭരണാധികാരി, ഏക വനിതാ ഭരണാധികാരി റസിയയാണ് ആദ്യത്തെ വനിതാ ഭരണാധികാരി എന്നുള്ളത് ഓർക്കുക. എന്നാൽ ഈ വനിത വന്ന് ഭരിച്ചപ്പോഴത്തേക്ക് വനിത വളരെ മിടുക്കിയായിരുന്നു. ഇൽത്തുമിഷിന്റെ മക്കളിൽ വളരെ മിടുക്കിയായിരുന്നു റസിയ. അങ്ങനെയാണ് റസിയ അധികാരത്തിൽ വരുന്നത്. പക്ഷേ ഒരു പെൺകുട്ടി വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? അങ്ങനെ എല്ലാവർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ക്ലിയർ ആണ്. എല്ലാവർക്കും ഈ ക്യൂൺ വന്നപ്പോഴത്തേക്ക് എല്ലാ ആളുകളും ഒന്നും അത്ര ഹാപ്പി ആയില്ല. അപ്പൊ പ്രഭുക്കന്മാർക്കൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ 1240 ആയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? സിംഹാസനത്തിൽ നിന്നും ഇറക്കി വിട്ടു, ത്രോണിൽ നിന്ന് ഇറക്കി വിട്ടു. ക്ലിയർ ആണോ? അപ്പൊ ബ്രദേഴ്സിനേക്കാളും വലിയ കഴിവുള്ള, വളരെ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു റസിയ. അതുകൊണ്ടാണ് ഒരു പെൺകുട്ടിയായ റസിയയെ ഇൽത്തുമിഷിന് ശേഷം സ്വന്തം മകളെ രാജാവാക്കി അല്ലെങ്കിൽ രാജ്ഞിയായി വാഴിച്ചത്. എന്നാൽ ഒരു പെൺകുട്ടി അധികാരത്തിൽ വന്നപ്പോഴത്തേക്ക് അങ്ങോട്ട് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെട്ടില്ല. പ്രഭുക്കന്മാരൊക്കെ എതിർപ്പ് തുടർന്ന് കാണിച്ചു. അങ്ങനെ റസിയയെ 1240 പുറത്താക്കി. 36 കയറി 40 ആയപ്പോ ഇറക്കി വിട്ടു. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ഇനി സർക്കിൾ ഓഫ് ജസ്റ്റിസ്. എന്താണ് ഈ സർക്കിൾ ഓഫ് ജസ്റ്റിസ്? അല്ലെങ്കിൽ നീതിയുടെ ഇങ്ങനെ കറക്കം, നീതിയുടെ ഒരു വൃത്തം എന്നൊക്കെ പറയുന്നത് എന്താണ്?
13ാം സെഞ്ചുറിയിൽ ഫാക്രി മുദാബിർ രചിച്ചതാണ് ദി സർക്കിൾ ഓഫ് ജസ്റ്റിസ്. അതായത് ഒരു രാജാവിന് തന്റെ പട്ടാളക്കാരില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. രാജാവിന് ആര് വേണം? പട്ടാളക്കാര് വേണം. പട്ടാളക്കാർക്ക് ആര് വേണം? സാലറി വേണം. പട്ടാളക്കാർക്ക് ശമ്പളം വേണം. ശമ്പളം ഉണ്ടെങ്കിലേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ശമ്പളം എന്ന് പറയുമ്പോൾ ഇവർക്ക് ശമ്പളം കൊടുക്കണമെങ്കിൽ എന്ത് കിട്ടണം? നികുതി കിട്ടണം. ഇപ്പൊ രാജാവിന് കുറെ പട്ടാളക്കാരെ വേണം സ്ഥലങ്ങൾ പിടിച്ചെടുക്കാനും തന്റെ സ്ഥലങ്ങളെ ആക്രമിച്ചാല് അത് കീഴ്പ്പെടുത്താനും രാജാവിന് ആര് വേണം? പട്ടാളക്കാരെ വേണം. രാജ്യത്തെ സംരക്ഷിക്കണ്ടേ? അതിന് പട്ടാളക്കാരെ വേണം. പക്ഷെ പട്ടാളക്കാരെന്തിനാ ഈ സ്വന്തം ജീവനും കളർന്ന് അവിടെ പോയി നിൽക്കുന്നത്? രാജാവിനെ ഇങ്ങനെ സേവിക്കാൻ നിൽക്കുന്നത്? അവർക്ക് വേറെ പൈസ വേണം, ശമ്പളം കിട്ടണം. ശമ്പളം അവർക്ക് എങ്ങനെ കൊടുക്കും? അവർക്ക് ശമ്പളം കൊടുക്കണമെങ്കിൽ സാധാരണ ജനങ്ങൾ, കൃഷിക്കാർ ഇവരിൽ നിന്നൊക്കെ നികുതി പിരിച്ച് ആ നികുതി എടുത്താണ് ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത്. ഓക്കെയാണ്. ഇനി സാധാരണക്കാരായ കൃഷിക്കാരായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് സമൃദ്ധി, അവർക്ക് സന്തോഷമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അവരെന്ത് ചെയ്യത്തുള്ളൂ? നികുതി രാജാവിന് കൊടുക്കുകയുള്ളൂ. അപ്പൊ രാജാവിന് നികുതി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവരെ നല്ല രീതിയിൽ നോക്കണം. ഇവരെ നല്ല രീതിയിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകണം. അവർക്ക് നല്ല വിളകളൊക്കെ കിട്ടണം. അവര് കൃഷി ചെയ്യുമ്പോൾ അവർക്ക് നല്ല കൃഷി വിള നന്നായിട്ട് കിട്ടണം. എങ്കിൽ മാത്രമേ അവർക്ക് നികുതി കൊടുക്കാൻ പറ്റൂ. അപ്പോൾ ജനങ്ങളെ രാജാവ് ഹാപ്പിയാക്കണം. അപ്പൊ ഇതിങ്ങനെ ഒരു സർക്കിൾ പോലെ പോവുകയാണ്. രാജാവ് ജനങ്ങളെ ഹാപ്പിയാക്കിയാൽ ജനങ്ങൾ രാജാവിന് നികുതി കൊടുക്കും. ഈ നികുതി ഉണ്ടെങ്കിൽ രാജാവിന് എന്ത് ചെയ്യാം? സോൾജേഴ്സിന് ശമ്പളം കൊടുക്കാം. ശമ്പളം കിട്ടിയാൽ സോൾജേഴ്സ് ഹാപ്പിയാകും. സോൾജേഴ്സ് നല്ല രീതിയിൽ രാജാവിനെ ആ രാജ്യത്തെയും സംരക്ഷിക്കും. അങ്ങനെ രാജാവും ഹാപ്പിയാകും. ഈ സർക്കിൾ പിടികിട്ടിയോ? ഇതാണ് നീതിയുടെ സർക്കിൾ, ജസ്റ്റിസ് സർക്കിൾ. ക്ലിയർ ആണോ? അപ്പൊ രാജാവ് ഹാപ്പിയാകണം, അതിന് സോൾജേഴ്സ് വേണം. സോൾജേഴ്സ് ഹാപ്പിയാകാൻ അവർക്ക് ശമ്പളം വേണം. അവർക്ക് ശമ്പളം കിട്ടണമെങ്കിൽ നികുതി വേണം. നികുതി കൊടുക്കുന്നത് കൃഷിക്കാരാണ്. കൃഷിക്കാർക്ക് പൈസ കിട്ടണ്ടേ? കൃഷിക്കാർക്ക് വിളവ് കിട്ടണം. അപ്പൊ കൃഷിക്കാരെ ഹാപ്പിയാകണമെങ്കിൽ നല്ല ഭരണം നടക്കണം. അവർക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റണം. ക്ലിയർ ആണോ? ഒരിക്കൽ കൂടി പറയട്ടെ. ക്ലിയർ ആണോ? രാജാവ് ഹാപ്പിയാകണമെങ്കിൽ പട്ടാളക്കാർ വേണം. പട്ടാളക്കാർ ഹാപ്പിയാകണമെങ്കിൽ ശമ്പളം കൊടുക്കണം. ശമ്പളം കിട്ടണമെങ്കിൽ ശമ്പളം കൊടുക്കാൻ എന്ത് ചെയ്യണം? രാജാവിന്റെ ഇടുന്ന പൈസ ജനങ്ങളുടെ നികുതിയിൽ നിന്നാണ്. നികുതി കൊടുക്കുന്നത് ആരാണ്? കൃഷിക്കാരാണ്. കൃഷിക്കാർക്ക് സന്തോഷം വരണമെങ്കിൽ രാജാവ് നല്ല ഭരണം കാഴ്ചവെക്കണം. അങ്ങനെയാണെങ്കിൽ ഇവർ നല്ല സന്തോഷമായിരിക്കും. ഇവർ നല്ല സന്തോഷമായ ഇവർക്ക് ഒത്തിരി വിളകളൊക്കെ കിട്ടും. ഇവർ നല്ല രീതിയിൽ കൃഷിയൊക്കെ ചെയ്ത് ഒത്തിരി പൈസ ഉണ്ടാക്കും. അപ്പൊ ഇവർ രാജാവിന് നികുതി കൊടുക്കും. നികുതി കൊടുക്കുമ്പോ രാജാവിന് പട്ടാളക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റും. പട്ടാളക്കാരെ ഹാപ്പിയാകും. പട്ടാളക്കാരെ ഹാപ്പിയായാൽ രാജാവും ഹാപ്പിയാകും. അപ്പൊ ഇതിങ്ങനൊരു സർക്കിൾ പോലെ മുന്നോട്ട് പോവുകയാണ്. ക്ലിയർ ആണോ? ഇതൊരു സർക്കിൾ പോലെ മുന്നോട്ട് പോകുന്നു. ക്ലിയർ ആകുന്നുണ്ടോ? ക്ലിയർ ആയവരെല്ലാവരും മെസ്സേജ് അയച്ചേ. ക്ലിയർ ആയ എല്ലാവരും മെസ്സേജ് അയച്ചേ. നോട്ടുകൾ ഇങ്ങനെ തന്നെയാണ് ഇടുന്നത്. എല്ലാം മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യനകത്തായിരിക്കും ഇത് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. ഇത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പൊ ക്വസ്റ്റ്യനിൽ ഇത് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മുടെ റസിയയുടെ കാര്യം കണ്ടില്ലേ? ഓക്കെ ആണ്. അപ്പോ റസിയ വരുന്നു. പക്ഷേ റസിയ വന്നപ്പോ എന്ത് സംഭവിച്ചു? കുറെ പേർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ റസിയയെ ഇറക്കി വിടുകയാണ്. 1236 റസിയ അധികാരത്തിൽ വന്നത്. 1240 ആയപ്പോഴത്തേക്ക് റസിയ എന്ത് ചെയ്തു? ഇറക്കി വിട്ടു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫ്രം ഗാരിസൺ ടൗൺ ടു എംപയർ. ഇതിന്റെ ഒരു വികാസത്തെ കുറിച്ചാണ്. ഡൽഹിയുടെ ഒരു വികാസം. ഡൽഹി എന്ന് പറയുന്നത് ഒരു പട്ടണത്തിൽ നിന്ന് എന്തായി മാറുകയാണ്? ഒരു സാമ്രാജ്യ ശക്തിയുള്ള ഒരു തലസ്ഥാനമായി ഡൽഹി മാറി. ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്ന് നമ്മൾ നോക്കുകയാണ്. അപ്പൊ 13ാം നൂറ്റാണ്ടൊക്കെ പറയുമ്പോൾ 13ാം നൂറ്റാണ്ട് ഡൽഹി സുൽത്താൻമാരുടെ നിയന്ത്രണം ആരായിരുന്നു? പട്ടാളക്കാർ കൈവശപ്പെടുത്തുന്നു. അപ്പൊ കൺട്രോൾ ഓഫ് ദ ഡൽഹി സുൽത്താൻസ് rarely went beyond heavily fortified towns occupied by garrisons.
അപ്പൊ 13-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തില് നമ്മുടെ ഡൽഹി സുൽത്താൻമാരുടെ നിയന്ത്രണം പട്ടാളക്കാർ കൈവശപ്പെടുത്തിയ കനത്ത കോട്ടകളൊക്കെയുള്ള, അതായത് ഒരുപാട് എന്ത് ചെയ്തു, കൺട്രോൾഡ് ഹിൻഡർലാൻഡ് ഓഫ് ദ സിറ്റീസ് ആണ്. ഇവിടെ ട്രേഡ് ഉണ്ട്, അതുപോലെ ട്രിബ്യൂട്ട് ഉണ്ട്, ഇപ്പൊ എല്ലാം ഉണ്ട്, വ്യാപാരമുണ്ട്, കപ്പം കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ സാധനങ്ങൾ കൊള്ളയടിക്കുന്നുണ്ട്, അല്ലെ? ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നിരുന്നു. അപ്പോ ഗാരിസണിൽ നിന്ന് എങ്ങനെയാണ് ഒരു ശക്തമായ ഡൽഹിയായി മാറിയത്? ഡൽഹിയിൽ കപ്പം കൊടുക്കലുണ്ട്, അതായത് നികുതി കൊടുക്കുന്നതിനെയാണ് നമ്മൾ കപ്പം കൊടുക്കൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നല്ല വ്യാപാരം നടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഡൽഹി. ക്ലിയർ ആണോ? ഇത്രയും മനസ്സിലായി. ഇനി നമ്മൾ നോക്കുമ്പോ ഇവിടെ വാർ നടക്കുന്നു, വലിയ യുദ്ധം, വലിയ വിപ്ലവങ്ങളൊക്കെ നടക്കുന്നു, കലാപം, യുദ്ധം. അതൊന്നും മാത്രമല്ല, ഇവിടെ ആണെങ്കിലോ ഭയങ്കരമായ പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. അതായത് ഡൽഹിയിൽ നിന്ന് വളരെ മാറി ബംഗാളിലെയും സിന്ധിലെയും ഈ ഒരു പട്ടണങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത് കുറച്ച് പാടായിരുന്നു. കുറച്ച് മാറിയുള്ള സ്ഥലങ്ങളെയൊക്കെ നിയന്ത്രിക്കൽ എന്താണ്? പാടായി മാറുന്നു. ഇറ്റ് വാസ് ഡിഫിക്കൾട്ട് ടു കൺട്രോൾ ഗാരിസൺ ടൗൺസ് ഇൻ ഡിസ്റ്റന്റ് ബംഗാൾ ആൻഡ് സിന്ധ് ഫ്രം ഡൽഹി. ഡൽഹിയിൽ നിന്ന് ദൂരെയുള്ള സ്ഥലങ്ങളെയൊക്കെ നിയന്ത്രിക്കൽ എന്താണ്? കുറച്ച് പാടായി മാറുന്നു. കലാപവും യുദ്ധവും മോശം കാലാവസ്ഥയും ദുർബലമായ ആശയവിനിമയ മാർഗങ്ങളും ഒക്കെ അവിടെ അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ഇല്ലേ, അതൊക്കെ അവിടെ വിച്ഛേദിക്കപ്പെടുന്നു. അപ്പോ നമ്മൾ പറഞ്ഞത് നമ്മുടെ ഡൽഹി വലിയ പ്രശ്നമില്ലാതെ പോവുകയാണ്. ഡൽഹിയിൽ നിന്ന് മാറിയുള്ള സിന്ധ്, ബംഗാളൊക്കെ നിയന്ത്രിക്കാനൊക്കെ കുറച്ച് പാടായിരുന്നു. ക്ലിയർ ആണ്? അപ്പൊ ഡൽഹി വലിയ പ്രശ്നമില്ല, അല്ലെ? ഡൽഹിയിലാണെങ്കിൽ എന്ത് ചെയ്യുന്നു? കൃത്യമായി നമുക്ക് നിയന്ത്രിച്ചൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡൽഹി വലിയ പ്രശ്നമില്ലാതെ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഡൽഹിയിൽ നിന്ന് ദൂരെയുള്ള സ്ഥലങ്ങളെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് കുറച്ച് പാടാവുന്നു. 13-ാം നൂറ്റാണ്ടുകളിലാണ് ഇത് സംഭവിക്കുന്നത്. അപ്പൊ ഇങ്ങനെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രശ്നങ്ങളാണെങ്കിൽ പാടല്ലേ? ഡൽഹിയിലുള്ള ആളുകൾക്ക് പാടല്ലേ? ഇവരെല്ലാം ഒരുമിച്ച് കൊണ്ടുപോവുക എന്ന് പറയുന്നത് രാജാക്കന്മാർക്കൊക്കെ ഇച്ചിരി പ്രശ്നമല്ലേ? അപ്പോ വേണ്ട, ഇവിടെ സംഭവിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള മംഗോളിയൻസിന്റെ ആക്രമണം, മംഗോളിയൻസിന്റെ ഇൻവേഷൻ. അതായത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? മംഗോളിയൻസിന്റെ ഇൻവേഷൻ. അവര് നുഴഞ്ഞു കയറിയൊക്കെ വരുന്നു. അഫ്ഗാനിസ്ഥാൻകാരൊക്കെ ഇങ്ങോട്ട് ഈ ഡൽഹി എന്ന് പറയുന്ന സ്ഥലം, അതിന്റെ അപ്പുറവും ഇപ്പുറവും എല്ലാം ആക്രമിക്കാൻ വരും ആളുകൾ. അപ്പൊ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് മംഗോളിയൻസ് എന്ത് ചെയ്യുന്നുണ്ട്? അവരെ ആക്രമിക്കാനായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. മംഗോളിയൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ആക്രമിക്കാനായി വരുന്നുണ്ട്. അപ്പോ സുൽത്താൻ എന്താകുന്നു? പ്രശ്നമാകുന്നു. സുൽത്താന് പ്രശ്നമല്ലേ? അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങോട്ട് വരികയാണ് ആക്രമിക്കാൻ. അപ്പൊ സുൽത്താൻസിന് വീക്ക്നെസ്, സുൽത്താൻസിന് കഴിയില്ലെങ്കിൽ ഇങ്ങോട്ട് ആളുകളെല്ലാം വന്ന് ആക്രമിച്ച് ഈ സ്ഥലം കീഴ്പ്പെടുത്തി അവരുടെ അധീനതയിലാക്കി മാറ്റും. ഇപ്പൊ ഈ ഒരു സ്ഥലം ഇവിടുത്തെ ഈ രാജാവ് വീക്കാണെങ്കിൽ ഇപ്പുറത്ത് കിടക്കുന്ന ആളുകളും ഇപ്പുറത്ത് കിടക്കുന്ന ആളുകളും ഒക്കെ വന്ന് ആക്രമിച്ച് ഈ സ്ഥലം അവരുടെ സ്ഥലത്തോട്ട് കൂട്ടിച്ചേർത്ത് അവരുടെ സ്ഥലം ഒന്ന് വലുതാക്കി മാറ്റും. അപ്പൊ അങ്ങനൊരു പ്രശ്നമുണ്ട്. ഇത് 13-ാം സെഞ്ചുറികളിലാണ്. ഇനി നമ്മൾ നോക്കുന്നത് അലാവുദ്ദീൻ ഖൽജി, അതുപോലെ മുഹമ്മദ് തുഗ്ലക്, ഗിയാസുദ്ദീൻ ബാൽബൻ. നമ്മളിവിടെ കുറെ ഭരണാധികാരികളെ കണ്ടില്ലേ? തുമരാസിനെ കണ്ടു, അവിടുന്ന് ചൗഹാൻസിനെ കണ്ടു, പിന്നീട് നമ്മള് തുർക്കിഷ് രാജാക്കന്മാരെ, ഖൽജി രാജാക്കന്മാരെ, സയ്യിദ് രാജാക്കന്മാരെ, ലോധി രാജവംശത്തിനെയൊക്കെ കണ്ടില്ലേ? അപ്പൊ ഇപ്പൊ ഈ ഒരു തൊമരാസിലെ അവസാന രാജാവിനെ തോൽപ്പിച്ചുകൊണ്ടാണ് ചൗഹാൻ അധികാരത്തിൽ വരുന്നത്. പൃഥ്വിരാജ് ചൗഹാനെ തോൽപ്പിച്ചുകൊണ്ടാണ് കുത്തുബുദ്ദീൻ ഐബക് അധികാരത്തിൽ വരുന്നത്. ഇനി ഈ ഐബക്കിനെയൊക്കെ തോൽപ്പിച്ചുകൊണ്ടാണ് ജലാലുദ്ദീൻ ഖിൽജിയും അലാവുദ്ദീൻ ഖിൽജിയും ഒക്കെ ഭരിക്കുന്നത്. ഖിൽജിയെ തോൽപ്പിച്ചുകൊണ്ടാണ് അടുത്ത വംശംസ് വരുന്നത്. അങ്ങനെയാണ് സയ്യിദും ലോധിയും. അങ്ങനെ ഓരോ അവസാന രാജാക്കന്മാരെ തോൽപ്പിക്കുമ്പോൾ പുതിയ രാജവംശങ്ങൾ പുതുതായിട്ട് ഉണ്ടാവുകയാണ്. പിന്നീട് ആ രാജവംശങ്ങളാണ് എന്ത് ചെയ്തത്? ഡൽഹി ഭരിച്ചത്.
അപ്പൊ എപ്പോഴും രാജാക്കന്മാർ എന്ത് ചെയ്യും, ഏതൊരു രാജാവ് വീക്കാണെങ്കിൽ അവിടെ പോയി അവരെ കീഴ്പ്പെടുത്തി അടുത്ത രാജവംശം അവിടെ ഉണ്ടായി അവര് പിന്നെ ഭരണം തുടരും. ഓക്കെയാണ്. മലയാളം വിടാം. ഇത്രയും മനസ്സിലാകുന്നുണ്ടോ? ക്ലിയർ ആണോ? എല്ലാവർക്കും പിടികിട്ടിയോ? ക്ലിയർ ആണോ? ഇത്രയും പിടികിട്ടിയോ? എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ? ഓക്കെയാണ്. ഇനി നമ്മൾ പറയുന്നത് ഇവിടെ നമ്മുടെ അലാവുദ്ദീൻ ഖിൽജി, മുഹമ്മദ് തുഗ്ലക്ക്, ബാൽബൻ ഇങ്ങനെ ഓരോരുത്തരും എന്ത് ചെയ്യുകയാണ്, തൊട്ടടുത്തുള്ള വീക്ക് രാജാക്കന്മാരെ തോൽപ്പിച്ചുകൊണ്ട് അടുത്ത രാജാക്കന്മാര് വരികയാണ്. ക്ലിയർ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി? ഓക്കെയാണ്. ക്ലിയർ അല്ലേ? ഇനി നമ്മളുടെ സുൽത്താൻമാര് എയിം ചെയ്യുകയാണ്, ഗ്യാരിസണിലെ ടൗണുകളെല്ലാം എന്ത് ചെയ്യുക, ഒന്ന് ഒന്നിപ്പിക്കണം. ഗ്യാരിസണിലെ ഈ പട്ടണങ്ങള് ഉൾപ്രദേശങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഒന്നിപ്പിക്കണം. അപ്പൊ ഇവർക്ക് ഒരു ഉള്ളിലുള്ള, അപ്പൊ നമ്മുടെ കേരളത്തിന് തിരുവനന്തപുരമാണ് തെക്കേ അറ്റം, വടക്കേ അറ്റം കാസർഗോഡാണ്. ഈ പ്രദേശങ്ങളെല്ലാം ഒന്ന് ഒന്നിപ്പിച്ചൊന്ന് ഏകീകരിച്ച് ഭരണം നടത്തണം. ഈ പ്രദേശങ്ങളിൽ ചെറിയ ചെറിയ നാട്ടുരാജാവ് അങ്ങനെ ഭരിക്കേണ്ട, നമുക്ക് എല്ലാം കൂടെ ഒറ്റയ്ക്ക് ഒരു മുഖ്യമന്ത്രി ഭരിച്ചാൽ മതി, പിണറായി വിജയൻ ഭരിച്ചാൽ മതി, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ. അപ്പോ അങ്ങനെ ഒന്ന് ഒന്നിപ്പിക്കണം എന്ന് അവർക്ക് ആഗ്രഹം വരുന്നു. ആ ഒരു എയിം അവര് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. അതാണ് ഇന്റേണൽ ഫ്രോണ്ടിയർ. അതായത് അവർക്ക് ആഭ്യന്തരമായി അവർക്കുള്ള സ്ഥലം ഒന്ന് ഏകീകരിക്കുക. ഇതിവരുടെ ഒരു ലക്ഷ്യമായി അവർ സെറ്റ് ചെയ്യുന്നു. ആ ഗാരിസൺ ടൗണിൽ അവർ ഉള്ള സ്ഥലം ഒന്ന് ഏകീകരിക്കാൻ അവർ ആഗ്രഹിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഇങ്ങനെ ആഗ്രഹിച്ചിട്ട് എന്ത് ചെയ്തു? അപ്പൊ അതിനുവേണ്ടി നമ്മുടെ ഗംഗാ, യമുന ഈ ഒരു സ്ഥലങ്ങൾ, അവിടുത്തെ നദികൾ, ഈ ഒരു ഫോറസ്റ്റ് ഒക്കെ വെട്ടിമാറ്റി എന്ത് ചെയ്യുകയാണ്, അവരുടെ ഈ ഗ്രാമങ്ങള്, നഗരങ്ങള്, അവരുടെ ഉൾപ്രദേശങ്ങള് ഇതൊക്കെ എന്ത് ചെയ്യുകയാണ്, ഒന്ന് ഒന്നിപ്പിക്കുകയാണ്. അപ്പൊ ഇതിന്റെ അകത്തുള്ള കുറെ ആളുകൾ, ഇപ്പൊ വനത്തിലൊക്കെ താമസിക്കുന്ന പലരും എന്ത് ചെയ്യുന്നു, ഇറക്കി വിടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. വനത്തിലൊക്കെ താമസിക്കുന്ന വനമൊക്കെ വെട്ടി നശിപ്പിക്കുമ്പോഴത്തേക്ക് വനവാസികൾ, ആദിവാസികൾ അവരെയൊക്കെ എന്ത് ചെയ്യുന്നു, വേട്ടക്കാർ, ഇടയന്മാർ ഇവരെയൊക്കെ ഇറക്കി വിടാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അവരുടെ ഹാബിറ്റാറ്റ് ലാൻഡ്സ് അല്ലെ, കൃഷിക്കാര് ഉണ്ട്, അഗ്രികൾച്ചേഴ്സ് ഉണ്ട്. അപ്പോ ഈ കൃഷിക്കാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കൃഷിക്കാർക്ക് ഇവര് ഭൂമി നൽകുന്നുണ്ട്. കൃഷിക്കാർക്ക് ഭൂമി കൊടുത്തു, എന്നിട്ട് കൃഷിയെ പ്രോത്സാഹിപ്പിച്ചു. അപ്പൊ ഫോറസ്റ്റ് ഏരിയ ഒക്കെ ഉണ്ട്, ആ ഫോറസ്റ്റ് ഏരിയ കുറെയൊക്കെ വെട്ടി നശിപ്പിച്ചിട്ട് കൃഷിക്കാർക്ക് എന്ത് ചെയ്തു, കുറച്ച് ഭൂമി കൊടുത്തു. അപ്പൊ കൃഷി ഇവിടെ കൂടുതൽ നടക്കുന്നു. ഗംഗാ, യമുന ഭാഗങ്ങളിലെ വലിയ വലിയ ഫോറസ്റ്റുകൾ ഉണ്ടായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ. അപ്പൊ ആ ഫോറസ്റ്റ് ഒക്കെ വെട്ടി നശിപ്പിച്ചിട്ട് കൃഷിക്കാർക്ക്, അവിടെ വെള്ളം കിട്ടുന്ന സ്ഥലമാണ്, ഗംഗയുണ്ട്, യമുനയുണ്ട്, വലിയ നദികളുണ്ട്. ആ ഏരിയയിൽ എന്ത് ചെയ്യുന്നു, ആ കൃഷിക്കാരെന്ത് ചെയ്തു, കൃഷി ചെയ്യാൻ തുടങ്ങുന്നു. കൃഷി പ്രോത്സാഹിപ്പിച്ചു. പിന്നെ അവര് നമ്മുടെ വ്യാപാരങ്ങളെ സംരക്ഷിക്കണം. കൃഷി വേണം, വ്യാപാരം വേണം. അപ്പൊ വ്യാപാരം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവര് പുതിയ പുതിയ കോട്ടകളൊക്കെ പണിതു. അപ്പൊ വ്യാപാരങ്ങളൊക്കെ സംരക്ഷിക്കണം, അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു, പുതിയ കോട്ടകളൊക്കെ പണിതു. അതുപോലെ തന്നെ ഇവരെന്ത് ചെയ്തു, പട്ടണങ്ങൾ സ്ഥാപിച്ചു, ഗാരിസൺ ടൗൺ സ്ഥാപിച്ചു. അങ്ങനെ പട്ടണങ്ങളൊക്കെ സ്ഥാപിച്ചു, വേറെ പട്ടണങ്ങൾ സ്ഥാപിച്ചു. ഗാരിസൺ ടൗൺ കൂടാണ്ട് മറ്റു പട്ടണങ്ങളൊക്കെ സ്ഥാപിച്ചു, ഈ ട്രേഡ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ അഗ്രികൾച്ചർ, കൃഷി ചെയ്യുന്നതിന് വേണ്ടി ഭൂമി കൊടുത്തു. വ്യാപാരം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി പട്ടണങ്ങൾ സ്ഥാപിച്ചു, ഗാരിസൺ പട്ടണം സ്ഥാപിച്ചു. അവര് വേറെ എന്ത് ചെയ്തു, അവർ ഈ നമ്മളുടെ വ്യാപാരം പുതിയ കോട്ടകളുമൊക്കെ കെട്ടി. ക്ലിയർ ആണ്? അപ്പൊ വ്യാപാരവും ഇവർ പ്രോത്സാഹിപ്പിച്ചു. അപ്പൊ ഇവര് ഇന്റേണൽ ആയിട്ടുള്ള ഒരു അതിർത്തിയൊക്കെ കെട്ടി. ഇനി ഇവര് എക്സ്റ്റേണൽ ആയിട്ടുള്ള അതിർത്തിയും എന്ത് ചെയ്തു, രണ്ടാമത് അവർ ആഗ്രഹിച്ചു. ഇനി നമുക്ക് ഇന്റേണൽ അതിർത്തിയൊക്കെ ഓക്കെ ആയി, ഇനി നമുക്ക് ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള അതിർത്തി ഉണ്ടാക്കാം. അങ്ങനെ എക്സ്റ്റേണൽ അതിർത്തിയും എന്ത് ചെയ്തു, സുൽത്താൻമാർ ഉണ്ടാക്കിയെടുക്കുന്നു. സുൽത്താൻമാർ എന്ത് ചെയ്തു, എക്സ്റ്റേണൽ അതിർത്തിയും ഉണ്ടാക്കുന്നു. ഈ അലാവുദ്ദീൻ ഖിൽജിയൊക്കെ വ്യാപാരങ്ങൾക്ക് ഒരുപാട് പ്രോത്സാഹനം നൽകിയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോ അലാവുദ്ദീൻ ഖിൽജിയുടെ ഭരണകാലത്താണ് സൈനികമായിട്ടുള്ള പല കാര്യങ്ങളും തുടങ്ങുന്നത്. മിലിറ്ററി,
സൗത്തേൺ ഇന്ത്യയില് മിലിറ്ററിയുടെ പല പര്യവേഷണങ്ങളും ആരംഭിക്കുന്നത് അലാവുദ്ദീൻ ഖിൽജിയുടെ സമയത്താണ്. അലാവുദ്ദീൻ ഖിൽജിയുടെ സമയത്താണ് സൈനികമായിട്ടുള്ള പല കാര്യങ്ങളും പല ഗവേഷണങ്ങളും ഇദ്ദേഹം ആരംഭിച്ചത്. മുഹമ്മദ് തുഗ്ലക്കിന്റെ സമയത്ത് ആയപ്പോഴത്തേക്ക് ഈ ഒരു പരിപാടി തീർന്നു. സൈനിക ഗവേഷണങ്ങളൊക്കെ അലാവുദ്ദീൻ ഖിൽജിയും മുഹമ്മദ് തുഗ്ലക്ക് വരെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ക്ലിയർ ആണ്. ഇനി ഇവര് പ്രചാരണമൊക്കെ നടത്തുന്നു, ഇവരുടെ ഒരു ക്യാമ്പയിൻ, ഇവരുടെ ഒരു പ്രചാരണമൊക്കെ നടത്തുന്നു. അങ്ങനെ നമ്മുടെ സുൽത്താനേറ്റ് സൈന്യങ്ങൾ ഇവര് ആന, കുതിര, അതുപോലെ അടിമകൾ, പിന്നെ വില കൂടിയ ലോഹങ്ങള്, ഇതൊക്കെ ഇവരെന്ത് ചെയ്യുന്നു, എടുക്കുകയാണ്. അപ്പൊ സുൽത്താനേറ്റിന്റെ ആർമീസ് എന്തൊക്കെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്? ആനകള്. ആ ആർമികളില് അവരുടെ സൈനിക പരിവേഷണം നടത്തുകയാണ്. സൈനികം വളരെയധികം വികസിപ്പിക്കുകയാണ്. വളരെ വിപുലമായ സൈനികരെ ഇവർ ഉണ്ടാക്കുന്നു. ഇവരുടെ ബാഹ്യ അതിർത്തിയും ആന്തര അതിർത്തിയും ഇവർ തിരിച്ചു. ആരും തങ്ങളെ ആക്രമിക്കരുത്. രാജാക്കന്മാർക്ക് ഏറ്റവും ഇഷ്ടം നല്ല സോൾജേഴ്സ് ഉണ്ടാവുകയാണ്. അപ്പൊ ഈ സോൾജേഴ്സിനെ വലിയ ഒരു സോൾജറാക്കി മാറ്റാൻ വേണ്ടിയിട്ട്, വലിയ കൂട്ടമാക്കി മാറ്റാൻ വേണ്ടി ആനകളുണ്ട് ഇവരെ നയിക്കാൻ, കുതിരകളുണ്ട്. ഇവർക്ക് പെട്ടെന്ന് കുതിരപ്പുറത്തൊക്കെ പോയി ആളുകളെ വെട്ടിക്കൊല്ലണം. അപ്പൊ യുദ്ധം നടക്കുമ്പോ അങ്ങനെയാണ്, കുതിരപ്പുറത്ത് ആനപ്പുറത്തൊക്കെ പോകും. പിന്നെ ഒരുപാട് അടിമകൾ, വലിയ വില കൂടിയ മെറ്റലുകൾ. അപ്പൊ ഇവർക്ക് പരിചയം വാളും ഒക്കെ ഉണ്ടാക്കാം ഈ മെറ്റലുകളൊക്കെ വെച്ചിട്ട്. അപ്പൊ അതൊക്കെ ഇവരെന്ത് ചെയ്തു, ഉണ്ടാക്കിയെടുക്കുന്നു. ഇനി നമ്മൾ നോക്കുന്നത് മുഹമ്മദ് തുഗ്ലക്കിന്റെ ഒരു ഭരണം അവസാനിക്കുന്നതോടുകൂടി ഡൽഹി സുൽത്താനേറ്റിന്റെ ഒരു സൈന്യങ്ങൾ അതിന്റെ വലിയൊരു ഭാഗവും അങ്ങ് ഇല്ലാണ്ടായി പോവുകയാണ്. വലിയൊരു ഭാഗവും എന്ത് ചെയ്യുകയാണ്, ഇല്ലാണ്ടായി പോവുകയാണ്. എതിരാളികളായ സൈന്യങ്ങളെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യുന്നുണ്ട്, നഗരങ്ങളൊക്കെ പിടിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ എതിരാളികളെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അടുത്തടുത്ത നഗരങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ പിടിച്ചെടുക്കുന്നുണ്ട്. കർഷകരിൽ നിന്നാണ് ഇവരെന്ത് ചെയ്യുന്നത്, നികുതി പിരിച്ചെടുക്കുന്നത്, ടാക്സ് പിരിച്ചെടുക്കുന്നത്. പിന്നെ കർഷകർക്ക് നല്ലൊരു ഭരണം തിരിച്ച് നൽകുന്നുണ്ട്. കർഷകരിൽ നിന്ന് നികുതി സ്വീകരിക്കുന്നു, മികച്ചൊരു ഭരണം ഇവർ നൽകുന്നു. അപ്പൊ ഇത്രയും പോയിന്റ്സ് ഞാൻ ഒരിക്കൽ കൂടി പറയാം. ഒരു ടഫ് പോയിന്റ്സിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഹായ്, താങ്ക് യു ഷിനോയ്. ടഫായിട്ടുള്ള ഒരു പോർഷനിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഞാൻ ഒന്നും കൂടെ പറയുകയാണ്, എല്ലാവരും ശ്രദ്ധിക്കണം. ഇവിടെ വെറും ഒരു ഗാരിസൺ ടൗൺ ആയിരുന്നു. ഈ ഒരു ടൗണിനെ എങ്ങനെ ഇവർ വലിയൊരു ഡൽഹി എന്ന് പറയുന്ന സ്ഥലമാക്കി മാറ്റി, അത് 13ാം സെഞ്ചുറിയിലാണ് നടന്നത്, അല്ലെ? അപ്പോ അന്നേരമാണ് ഈ വെറും ഒരു ഗാരിസൺ എന്ന് പറയുന്ന ടൗണിനെ ഇത്രയും ഒരു സെറ്റപ്പ് ഇതാക്കി മാറ്റുന്നത്. ഡൽഹിയെ എടുത്തു വെച്ച് നോക്കുവാണെങ്കിൽ ഈ ദൂരെയുള്ള ഇതിന്റെ അടുത്തൊക്കെ കിടക്കുന്ന ബംഗാളാണെങ്കിലും സിന്ധിലാണെങ്കിലും ഒക്കെ വലിയ കലാപവും യുദ്ധവും, അവരുടെ വെതറും നല്ലതല്ല, അവരുടെ കാലാവസ്ഥയും മോശമാണ്, ആകെ പ്രശ്നങ്ങളാണ്. ഇനി അഫ്ഗാനിസ്ഥാനിൽ നിന്ന് മംഗോളിയൻകോ ഇങ്ങോട്ട് ആക്രമിക്കാനും വരുന്ന ഒരു സമയമാണ്. അപ്പൊ അപ്പുറം ഇപ്പുറം ഒക്കെ പ്രശ്നങ്ങൾ, ഇപ്പുറത്താണെങ്കിൽ ആളുകൾ ആക്രമിക്കാൻ വരുന്നു. ഇങ്ങനെ കിടക്കുന്നതാണ് ഒരു ഡൽഹി. അത് പഴയ കാലത്ത് ഇവിടെ ഗാരിസൺ ടൗൺ എന്നാണ്. അപ്പൊ ഈ സുൽത്താൻമാർക്ക് ആകെ തലവേദന പിടിച്ചിരിക്കുക. അപ്പുറത്തെ പ്രശ്നം, ഇപ്പുറത്തെ പ്രശ്നം, നടുക്ക് കുറച്ച് പ്രദേശമുണ്ട്, അതാണ് നമ്മുടെ ഗാരിസൺ ടൗൺ. ഇതിനെങ്ങനെയെങ്കിലും ഒന്ന് വികസിപ്പിക്കണം. അപ്പൊ അവർക്ക് വേണ്ടത് നല്ല സോൾജേഴ്സ് ആണ്. അവർക്ക് ആവശ്യം എന്താണ്, മികച്ച സോൾജേഴ്സ് ആണ്. അവരെന്ത് ചെയ്തു, സോൾജേഴ്സിനെ സെറ്റാക്കി മികച്ച കുറെ വലിയ എലിഫന്റ്സ്, വലിയ കുതിരകൾ, വലിയ അടിമകൾ, വലിയ വലിയ വില കൂടിയ മെറ്റലുകൾ, ഇതൊക്കെ ഇവരുടെ പട്ടാളത്തിനെ ഇവരങ്ങ് വലിയ രീതിയിൽ പരിപോഷിപ്പിക്കുന്നു. വലിയ മികച്ച പട്ടാളക്കാരെ ഇവർ സ്വന്തമാക്കുന്നു. അലാവുദ്ദീൻ ഖിൽജിയാണ് ഇതിന് തുടക്കം കുറിച്ചത്. മുഹമ്മദ് തുഗ്ലക്ക് വരെയും ഇങ്ങനത്തെ മികച്ച പട്ടാളക്കാർ ഇവർക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നു. ഇനി ഇവര് ഒരുപാട് ചലഞ്ചസ് ഇവർ നേരിട്ടു, അല്ലെ? അലാവുദ്ദീൻ ഖിൽജിക്കാണെങ്കിലും തുഗ്ലക്കാണെങ്കിലും ബാൽബനാണെങ്കിലും പല രാജാക്കന്മാരും ഓരോ രാജവംശം അവസാനിക്കുന്നത് ഏതെങ്കിലും വീക്ക് രാജാവുണ്ടെങ്കിൽ ആ രാജാവിനെ ആളുകൾ വന്ന് പരാജയപ്പെടുത്തും, അടുത്ത രാജവംശം തുടങ്ങും. അടുത്ത വീക്ക് രാജാവിനെ കാണുമ്പോൾ അതിനെ വന്ന് യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തും, അടുത്ത രാജവംശം തുടങ്ങും. ഇങ്ങനെയാണ് ഡൽഹി പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇന്റേണൽ ഫ്രോണ്ടിയർ തിരിക്കുന്നു, ഉള്ളിലുള്ള അതിർത്തി തിരിച്ചു. അതിനുശേഷം എന്ത് ചെയ്തു, ഗംഗാ യമുന നദി, അതിന്റെ അടുത്ത് കുറച്ച് ഫോറസ്റ്റ്, നല്ല വനങ്ങളുണ്ട്. ഈ വനങ്ങളെയൊക്കെ വെട്ടിയിട്ട് അവിടോട്ട് കൃഷിക്കാരെ കൊണ്ടുവന്ന് അവർക്ക് ഭൂമി സ്വന്തമായിട്ട് കൊടുത്ത് അവരുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾ കൃഷി ചെയ്യൂ. അവർ കൃഷി ചെയ്തു. നല്ല വെള്ളമൊക്കെ ഉള്ള, നല്ല വളക്കൂറുള്ള മണ്ണ്.
അവർക്ക് ഒത്തിരി ഉൽപ്പന്നം കിട്ടി. അപ്പോ കർഷകർക്ക് നല്ല പൈസ കിട്ടി. കർഷകരുടെ ഇന്ന് രാജാവ് നികുതി വാങ്ങിച്ചു, രാജാവിന് പൈസ കിട്ടുന്നു. അങ്ങനെ കർഷകരിൽ നിന്ന് നികുതി വാങ്ങിക്കാൻ പറ്റുന്നു. ഇനി അവിടെ വലിയ വ്യാപാരികളുണ്ട്. വ്യാപാരികൾക്ക് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യൂ, വ്യാപാരം ചെയ്യൂ, നിങ്ങൾ ആളുകൾക്ക് സാധനങ്ങളൊക്കെ അയച്ചു കൊടുത്ത് പൈസ കൊണ്ടുവരൂ. അപ്പൊ വ്യാപാരികൾക്ക് വ്യാപാരം ചെയ്യുന്നതിന് വേണ്ടി കോട്ടകളൊക്കെ കെട്ടിക്കൊടുത്തു, തുറമുഖങ്ങളൊക്കെ വികസിപ്പിച്ചു കൊടുത്തു. അതിനുശേഷം അവർക്ക് കച്ചവടം ചെയ്യുന്നതിന് വേണ്ടി ടൗണുകൾ ഉണ്ടാക്കി കൊടുത്തു. ഗാരിസൺ ടൗണും മറ്റു ടൗണുകളും ഒക്കെ രാജാവ് ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പൊ ഇന്റേണൽ ആയിട്ടുള്ള ഒരു അതിർത്തി തിരിച്ച് കൃഷിയും വന്നു, വ്യാപാരവും വന്നു, ടൗണും വന്നു. ഇനി അവർക്ക് എക്സ്റ്റേണൽ അതിർത്തി വേണം. നമ്മുടെ കേരളം എന്ന് പറയുമ്പോൾ നമുക്ക് ഉള്ളിലുള്ള അതിർത്തി അറിയാം. കാസർഗോഡ് ടു തിരുവനന്തപുരം ഉള്ളിലുള്ള ഓരോ അതിർത്തികളെ അറിയാം. കാസർഗോഡിന് അതിർത്തിയുണ്ട്, കണ്ണൂരിന് അതിർത്തിയുണ്ട്, തൃശ്ശൂരിനും പാലക്കാടിനും കോഴിക്കോടിനും കൊല്ലത്തിനും ഒക്കെ അതിർത്തിയുണ്ട്. ഇനി നമുക്ക് എക്സ്റ്റേണൽ അതിർത്തിയിൽ ഇതിനിടയ്ക്കൂടൊക്കെ തമിഴ്നാടിനോട് അതിർത്തിയുണ്ട്, കർണാടകയ്ക്കോട് അതിർത്തിയുണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് എക്സ്റ്റേണൽ അതിർത്തികൾ വരുന്നില്ലേ? അതുപോലെ ഡൽഹിക്കും അപ്പുറവും ഇപ്പുറമായിട്ടൊക്കെ എക്സ്റ്റേണൽ അതിർത്തിയുണ്ട്. അതും തിരിച്ചു. ശക്തമായ പട്ടാളക്കാരെയും അവിടെ നിയോഗിച്ചു. ക്ലിയർ ആണ്? ഇത്രയും ചെയ്യുമ്പോഴത്തേക്ക് ഒരു മികച്ച സ്ഥലമായി മാറിയില്ലേ ഡൽഹി? അതിനുശേഷം അവർക്ക് കൃഷിക്കാരിൽ നിന്ന് ടാക്സ് പിരിക്കുന്നു, മർച്ചന്റ് വ്യാപാരികളിൽ നിന്ന് ടാക്സ് പിരിക്കുന്നു. അപ്പൊ തുഗ്ലക് രാജവംശം അവസാനിച്ചപ്പോഴത്തേക്ക് ഡൽഹിയിലെ ഈ ഒരു സൈനിക ഒരു മേധാവിത്വമൊക്കെ തീർന്നു. പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്പ്ലിറ്റ് ആയി പോകുന്നുണ്ട് എന്ന് കൂടി മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങൾ പിടികിട്ടിയോ? എല്ലാവർക്കും പിടികിട്ടിയോ? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണേ. എല്ലാരും കമന്റ് ചെയ്യണേ. എല്ലാരും കമന്റ് ചെയ്യണം. ഇത്രയും മനസ്സിലായി എന്ന് കമന്റ് ചെയ്യണം. ഞാൻ ഇത്രയും കാര്യങ്ങൾ ഒന്നും കൂടെ പറയും. എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മൾ പറഞ്ഞത് തോമരന്മാർ, ചൗഹാന്മാർ നമ്മുടെ വലിയ മികച്ച ഡൽഹി എന്ന ക്യാപിറ്റൽ ഉണ്ടാവുകയാണ്. അതിനകത്ത് പല രാജവംശങ്ങൾ ഭരിച്ചു. റിച്ച് ആയിട്ടുള്ള ജൈന മതക്കാരുണ്ടായിരുന്നു. അവർ ടെമ്പിൾ ഉണ്ടാക്കി. 1300കളിലാണ് നമ്മൾ കാണുന്ന ഡൽഹി ഉണ്ടായത്. ഒക്കെയാണ്. ഒരുപാട് നഗരങ്ങൾ ഉണ്ടായി. ഏതൊക്കെ ആളുകൾ ഭരിച്ചു? രജപുത്ര ഡൈനാസ്റ്റി, തോമര, ചൗഹാൻ, അനങ്കപാലി, പൃഥ്വിരാജ് ചൗഹാനും, കുതുബുദ്ദീൻ ഐബക്, ഇൽതുമിഷ്, റസിയ, ബാൽബൻ. റസിയാണ് ആദ്യ വനിതാ ഭരണാധികാരി. 1236 ടു 1240 ഓർക്കുക. അതിനുശേഷം കൽജി രാജവംശം, ജലാലുദ്ദീനും അലാവുദ്ദീനും. തുഗ്ലക്കിനെ ഓർത്തു. ഗിയാസുദ്ദീൻ തുഗ്ലക്, മുഹമ്മദ് തുഗ്ലക്, ഫിറോസ് ഷാ. സയ്യിദ് ഡൈനാസ്റ്റിയും ലോധിയും കണ്ടു. ഇങ്ങനെ 5 രാജവംശമാണ് പ്രധാനമായും ഓർക്കേണ്ടത്. 1 തുർക്കിഷ് ആണ്, 2 ഖൽജി, തുഗ്ലക്, സയ്യിദ്, ലോധി. ഈ 5 എണ്ണമാണ് മെയിൻ ആയിട്ട് ഡൽഹി രാജവംശം എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കേണ്ടത്. പിന്നെ ഡൽഹി സുൽത്താൻമാരുടെ ഭാഷ പഠിച്ചു, പേർഷ്യൻ. അവരുടെ ഹിസ്റ്ററി രചിച്ചത് താരിഖ് അല്ലെങ്കിൽ തവാരിഖ് എന്ന് അറിയണം. സെക്രട്ടറി, അഡ്മിനിസ്ട്രേറ്റർ, പോയറ്റ്സ്, അതുപോലെ തന്നെ കോർട്ടിയേഴ്സ്. ഇതിനെയൊക്കെ ഓർക്കുക. ഇവരെ കഷ്ടപ്പെട്ടാണ് ഇതൊക്കെ എഴുതിയത്. അവർ പ്രതിഫലമൊക്കെ ആഗ്രഹിച്ച് എഴുതിയവരാണ്. പിന്നെ അവരുടെ ബർത്ത് അവകാശങ്ങളെ കുറിച്ചും ജെൻഡർ ഡിസ്ക്രിമിനേഷനെ കുറിച്ചും ഒക്കെ നീതിയൊക്കെ, ഐഡിയൽ ജസ്റ്റിസ് ഒക്കെ അവരുടെ കൃതികളിൽ പരാമർശിച്ചു എന്ന് ഓർക്കുക. റസിയ ഭരണം നടത്തി. പക്ഷെ പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? പ്രഭുക്കന്മാരൊക്കെ എതിർത്തിരുന്നു. 4 വർഷം കഴിഞ്ഞപ്പോൾ ഭരണം അവസാനിപ്പിച്ചു. ഇനി സർക്കിൾ ഓഫ് ജസ്റ്റിസ് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഗാരിസൺ ടൗൺ ഒരു വലിയ ടൗണായി മാറിയത് എന്ന് കണ്ടു. ഇനി എന്താണ് മസ്ജിദ് എന്ന് പറയുകയാണ്. നിങ്ങൾക്കറിയത്തില്ലേ എന്താണ് മസ്ജിദ് അല്ലെങ്കിൽ പള്ളി എന്താണെന്ന്? മസ്ജിദ് എന്ന് പറയുമ്പോൾ മോസ്കിനെ അറബിയിൽ വിളിക്കുന്നതാണ് മസ്ജിദ്. പള്ളിയിലെ മുസ്ലിംസിന്റെ പള്ളി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഇവര് നമാസ് നിസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ പലതരത്തിലുള്ള പ്രാർത്ഥനകൾ നടക്കുന്നു. 5 നേരം പ്രാർത്ഥനകൾ നടക്കുന്നു. പ്രാർത്ഥിക്കുമ്പോൾ ഒരാള് മെയിൻ ആയിട്ട് നിൽക്കും. ബാക്കിയുള്ളവർ അദ്ദേഹത്തിനെ തുടർന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോ ഈ മെയിൻ ആയിട്ടുള്ള ആളെ വിളിക്കുന്ന പേരാണ് ഇമാം. മെയിൻ ആയിട്ടുള്ള ആളെ വിളിക്കുന്ന പേരെന്താണ്? ഇമാം. അപ്പൊ നോക്കിയേ, ഇവര് നമ്മളുടെ മസ്ജിദ് എന്ന് പറയുമ്പോൾ അറബിക് ടേമാണ്. മോസ്ക് എന്ന ഇംഗ്ലീഷിന്റെ അറബിക് ടേമാണ്. ഇതാണ് മുസ്ലിംസിന്റെ പ്രാർത്ഥനാ സ്ഥലം. ഇവർ അള്ളാഹുവിനെയാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിന്റെ പേരെന്താണ്? അള്ളാഹു. അള്ളാഹുവിനെയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോ മുസ്ലിംസ് അവരുടെ പ്രേയേഴ്സ് ഒരുമിച്ചാണ് ചെയ്യുന്നത്. ഒരുപാട് പുരുഷന്മാരെയാണ് പള്ളിയിൽ കയറ്റുന്നത്. എല്ലാ പുരുഷന്മാരോട് ഒന്നിച്ചു വന്നാണ് ചെയ്യുന്നത്. ഈ അവരുടെ പ്രേയറിന്റെ പേരാണ് നമാസ്. ക്ലിയർ ആണ്?
ഇനി ഇതിനകത്ത് ഒരാളെ ലീഡറായിട്ട് എടുക്കുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ഇമാം. ഒരു മെയിൻ ലീഡർ ഉണ്ട്, അദ്ദേഹം ഇമാമാണ്. അദ്ദേഹമാണ് ഈ ഒരു നമസ്കാരത്തിന് നേതൃത്വം വഹിക്കുകയും നമസ്കാരത്തിന് ശേഷം പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഒക്കെയാണ് റിച്വൽ പ്രേയേഴ്സിന് നേതൃത്വം വഹിക്കുന്നു, ലീഡർ ആകുന്നു. അതിനുശേഷം ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, ഫ്രൈഡേ നമുക്ക് വെള്ളിയാഴ്ച നമസ്കാരമുണ്ട്, കുത്തുബയൊക്കെ ഉണ്ട്, പ്രേയേഴ്സ് ഒക്കെ ഉണ്ട്, സ്പെഷ്യൽ സ്പീച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി മുസ്ലിംസ് പ്രാർത്ഥിക്കണമെങ്കിൽ മക്ക അല്ലെ, മക്ക എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും, ഹജ്ജ് ചെയ്യാൻ പോകുന്ന സ്ഥലം. അപ്പൊ മക്കയ്ക്ക് ഫേസ് ചെയ്തുകൊണ്ടാണ് നിസ്കാരം നടത്തുന്നത്. അപ്പൊ നമ്മുടെ ഇന്ത്യയില് ഈ മക്ക നമ്മുടെ സ്ഥലം നോക്കുമ്പോൾ പടിഞ്ഞാറോട്ടാണ്. ഇന്ത്യയില് മക്ക നിൽക്കുന്നത് പടിഞ്ഞാറോട്ടാണ്. ഇതിനെ നമ്മൾ കിബില എന്ന് പറയും. അപ്പൊ മക്കയ്ക്ക് അല്ലെങ്കിൽ കിബിലയ്ക്ക് ഫേസ് ചെയ്തുകൊണ്ടാണ് നിസ്കാരം നടത്തുന്നത്. ഇന്ത്യയുടെ ഡയറക്ഷൻ പടിഞ്ഞാറോട്ടാണ്. ഇനി ഡൽഹി സുൽത്താനേറ്റിന്റെ സമയത്ത് ഈ സിറ്റിക്കകത്ത് ഒരുപാട് പള്ളികൾ ഇവർ നിർമ്മിച്ചു. ഇതുണ്ടോ? അപ്പൊ ഡൽഹി സുൽത്താനേറ്റിന്റെ സമയത്ത് ഇവർ മുസ്ലിംസിന് വേണ്ടിയിട്ട് ഒരുപാട് പള്ളികൾ നിർമ്മിച്ചു എന്ന് ഓർക്കുക. ഇത്രയും ക്ലിയർ ആണ്? ഓക്കെയാണ്? ഇത്രയും ക്ലിയർ അല്ലേ? അപ്പൊ എന്താണ് മസ്ജിദ് എന്ന് എല്ലാവർക്കും പിടികിട്ടിയോ? എല്ലാവർക്കും മനസ്സിലായോ മസ്ജിദ് എന്താണ്? മസ്ജിദ് എന്ന് വെച്ചാൽ എന്താണ്? പള്ളിയാണ്. പള്ളിയിൽ എന്തുണ്ട്? നമസ്കാരമുണ്ട്, നമാസ് എന്നാണ് പറയുന്നത്, അള്ളാഹുവിനെയാണ് പ്രാർത്ഥിക്കുന്നത്. പിന്നെന്ത് പറഞ്ഞു? കിബില, കിബിലയ്ക്ക് മുന്നിട്ടാണ് ഇവർ പ്രയർ ചെയ്യുന്നത്. ഫ്രൈഡേ പ്രയർ ഉണ്ട്, ഇമാം ഉണ്ട് ലീഡറായിട്ട്, കിബിലയ്ക്കാണ് മുന്നിൽ നിൽക്കുന്നത്. മക്ക കിബില പടിഞ്ഞാറാണ് ഇന്ത്യ. ഡൽഹി സുൽത്താൻമാർ ഒരുപാട് മസ്ജിദുകൾ നിർമ്മിച്ചു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അവിടെ പറയാനുള്ളത്. മസ്ജിദ് ക്ലിയർ ആണ്? ഓക്കെയാണ്? ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് ഇവിടെ ഭരണം നടന്നത്. എന്തായിരുന്നു ഭരണം എന്ന് വെച്ചാല് ഡൽഹി സുൽത്താൻമാർ അല്ലെ, ഡൽഹി സുൽത്താൻമാരുടെ ഭരണത്തെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. ഇത്രയും കാര്യങ്ങൾ പിടികിട്ടിയോ? എല്ലാവർക്കും പിടികിട്ടിയോ? ഓക്കെയാണ്? ക്ലിയർ ആണോ എല്ലാവർക്കും? ഇനി രണ്ടു മൂന്ന് ചോദ്യം ചോദിക്കുകയാണ്. നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. Which ruler first established his capital in Delhi? ഏത് റൂളറാണ് അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ ഡൽഹി ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത്? ഏത് റൂളറാണ്? ആൻസർ തൊമരയുടെ അനങ്കപാലയാണ്. ഏത് റൂളറാണ് ഡൽഹി ക്യാപിറ്റൽ ആയത്? അനങ്കപാല. തൊമരയിലെയാണ്, രജപുത്ത് ഡൈനാസ്റ്റിയിലെയാണ് ക്യാപിറ്റൽ ഡൽഹി ആക്കിയത്. ഇതെല്ലാവർക്കും ഓർമ്മയുണ്ടോ? അടുത്ത ചോദ്യം, ഇവരുടെ ലാംഗ്വേജ് എന്തായിരുന്നു? ഭരണത്തിന്റെ ലാംഗ്വേജ് എന്തായിരുന്നു? പേർഷ്യൻ ലാംഗ്വേജ് ആണ് ഇവർ ഭരണം നടത്താൻ ആഗ്രഹിച്ചതും. അല്ല, ഇവരുടെ ലാംഗ്വേജ് പേർഷ്യൻ ആയിരുന്നു. ഇവരുടെ അഡ്മിനിസ്ട്രേഷൻ ലാംഗ്വേജ് ഏതായിരുന്നു? ഭരണഭാഷ ഏതായിരുന്നു? പേർഷ്യ. രണ്ട് ചോദ്യത്തിന്റെ ഉത്തരം പിടികിട്ടിയല്ലോ. മൂന്നാമത്തെ ചോദ്യം നോക്കിക്കോളൂ. In whose reign did the Sultanate reach the farthest extent? ഏറ്റവും മികച്ച എക്സ്റ്റെന്റ് ആയി ഡൽഹി മാറിയത് ആരുടെ സമയത്തായിരുന്നു? മുഹമ്മദ് തുഗ്ലക്കിന്റെ സമയത്താണ്. അതിന്റെ ഏറ്റവും മികച്ച വ്യാപ്തിയിലെത്തുന്നത് മുഹമ്മദ് തുഗ്ലക്കിന്റെ സമയത്താണ്. അപ്പോ ഈ എതിരാളികളായ സൈന്യങ്ങളെയൊക്കെ പരാജയപ്പെടുത്തി നിരവധി നഗരങ്ങളൊക്കെ പിടിച്ചെടുത്തു, കർഷകരിൽ നിന്ന് നികുതി പിരിച്ചു, സ്വന്തം മേഖലയിൽ നീതി നടപ്പാക്കുകയും ചെയ്തു. അപ്പൊ ടാക്സസ് ഒക്കെ കർഷകരിൽ നിന്ന് പിടിച്ചെടുത്തു. അതുപോലെ തന്നെ ഇദ്ദേഹം മികച്ച രീതിയിൽ എന്ത് ചെയ്തു? നീതിയും നടപ്പാക്കി. മികച്ച രീതിയിൽ നീതി നടപ്പാക്കി ഒരുപാട് സ്ഥലങ്ങൾ പിടിച്ചെടുത്തു, ഒരുപാട് നഗരങ്ങൾ പിടിച്ചെടുത്തു. ഡൽഹി അങ്ങ് വളരെയധികം വ്യാപിച്ചു. ഡൽഹി അപ്പുറം എല്ലാ സ്ഥലങ്ങളും പിടിച്ചെടുത്ത് ഡൽഹി അങ്ങ് വലിയ വിസ്തൃതിയാക്കി മാറ്റിയത് തുഗ്ലക്കാണ്, മുഹമ്മദ് തുഗ്ലക്ക്. അടുത്തൊരു ചോദ്യമാണ്, ഫ്രം വിച്ച് കൺട്രി ഡിഡ് ഇബ്നു ബത്തൂത്ത ട്രാവൽ ടു ഇന്ത്യ? ഇബ്നു ബത്തൂത്ത ഇന്ത്യയിൽ എത്തിയത് ഏത് സ്ഥലത്ത് നിന്ന് വന്നിട്ടാണ്? എവിടുന്നാണ്? ആഫ്രിക്കയിലുള്ള മൊറോക്കോ എന്ന സ്ഥലത്ത് നിന്നാണ് ഇബ്നു ബത്തൂത്ത വരുന്നത്. 14th സെഞ്ചുറിയിൽ ഇന്ത്യയിലെത്തിയ ഒരു ട്രാവലറാണ് ഇബ്നു ബത്തൂത്ത. ഇദ്ദേഹം വന്ന സ്ഥലം ഓർക്കണം, ആഫ്രിക്കയിലെ മൊറോക്കോയിൽ നിന്നാണ് ഇബ്നു ബത്തൂത്ത ഇന്ത്യയിലെത്തിയത്. ക്ലിയർ ആണ്? ഇനി നമ്മൾ സർക്കിൾ ഓഫ് ജസ്റ്റിസ് പഠിച്ചില്ലേ? സർക്കിൾ ഓഫ് ജസ്റ്റിസ് എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. സർക്കിൾ ഓഫ് ജസ്റ്റിസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. നീതിവൃത്തം അല്ലെ, ജസ്റ്റിസ് സർക്കിൾ. സൈനിക മേധാവികൾ കർഷകരുടെ താല്പര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണം. കാര്യം സൈനിക മേധാവികൾക്ക് എന്ത് വേണം?
ഈ ശമ്പളം കൊടുക്കണമെങ്കിൽ കർഷകരിൽ നിന്നാണ് വരുമാനം കിട്ടേണ്ടത്, അല്ലെ? കർഷകർ സമ്പന്നരും സന്തുഷ്ടരുമാണെങ്കിൽ മാത്രമേ അവർ വരുമാനം കൊടുക്കൂ. അപ്പോ ഈ ഒരു സർക്കിളായിട്ട് പോവുകയാണ്. രാജാവിന് വേണ്ടത് മികച്ച പട്ടാളക്കാര്, പട്ടാളക്കാർക്ക് വേണ്ടത് മികച്ച ശമ്പളം, ശമ്പളം കിട്ടണമെങ്കിൽ നികുതി കിട്ടണം, നികുതി കൊടുക്കേണ്ടത് ആരാണ്? നികുതി കൊടുക്കേണ്ടത് കൃഷിക്കാരാണ്. കൃഷിക്കാർക്ക് നികുതി കൊടുക്കണമെങ്കിൽ അവർ സമ്പന്നരായിരിക്കണം, നല്ല കൃഷി ചെയ്യണം. അതിന് രാജാവ് എന്ത് ചെയ്യണം? ഇവർക്ക് മികച്ച ഭരണം കൊടുത്താലേ ഇവർ സമ്പന്നരായി മാറുകയുള്ളൂ. ഇങ്ങനെ ഒരു സർക്കിൾ പ്രോസസ് ആണ് നീതി വൃത്തം എന്ന് പറയുന്നത്. ഇനി നമ്മൾ കണ്ട ഒരു പോയിന്റ് ആണ് ഇന്റേണൽ എക്സ്റ്റേണൽ അതിർത്തികൾ തിരിച്ചു, അല്ലെ? അതെന്താണ്? അപ്പൊ സുൽത്താനേറ്റ് ആന്തരിക അതിർത്തി തിരിച്ചു, അതായത് ദാരിദ്ര്യൻ പട്ടണങ്ങൾ അതിൽ ഉൾപ്രദേശങ്ങളൊക്കെ ഒന്ന് ഏകീകരിച്ചു. അപ്പോഴാണ് നമ്മൾ എന്ത് കണ്ടത്? ഗംഗ യമുന ഇതിന്റെ വനങ്ങളൊക്കെ വെട്ടിത്തെളിച്ച് അവിടുത്തെ വേട്ടക്കാര്, ഇടയന്മാര് ഇവരെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് പുറത്താക്കി. അവിടെ ഈ നമ്മുടെ വനത്തില് ഇടയന്മാരും വേട്ടക്കാരും ഒക്കെ ഉണ്ടായിരുന്നു, അവരെ പുറത്താക്കിയിട്ട് ഈ ഭൂമി കൃഷിക്കാർക്ക് കൈമാറി. കൃഷിക്കാർ അവിടെ എന്ത് ചെയ്തു? നല്ല രീതിയിൽ കൃഷി ചെയ്ത് ഒരുപാട് വരുമാനം ഉണ്ടാക്കി, അതിൽ നിന്ന് നികുതി കൊടുത്തു. ഇനി ഗാരിസൺ പട്ടണങ്ങളും മറ്റു പട്ടണങ്ങളും ഒക്കെ സ്ഥാപിച്ചു. എന്നിട്ട് വ്യാപാരികളെ പ്രോത്സാഹിപ്പിച്ചു. അപ്പൊ വ്യാപാരികളുടെ നിന്ന് നികുതി കിട്ടി. ഇതാണ് ആന്തരിക അതിർത്തി നിർണയം നടത്തിയത്. ബാഹ്യ അതിർത്തി എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള സൈനിക പര്യവേഷണമാണ്. അലാവുദ്ദീൻ ഖിൽജിയുടെ ഭരണ സമയത്തിലെ സൈനിക പര്യവേഷണം നടന്നത് ആനയും കുതിരയും അടിമകളെയും വലിയ വിലപിടിപ്പുള്ള ലോഹങ്ങളും ഒക്കെ കൊണ്ട് സൈനിക പര്യവേഷണം അങ്ങ് മികച്ചതാക്കി മാറ്റുന്നു. മുഹമ്മദ് തുഗ്ലക് ആയപ്പോഴത്തേക്ക് സൈനിക പര്യവേഷണം അവസാനിച്ചു. ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു, അതിന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണോ? കമന്റ് വരട്ടെ. ടൈമായി അറിയാം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം. എല്ലാവർക്കും പിടികിട്ടി, ഇഷ്ടപ്പെട്ടു, കമന്റ് ചെയ്യണം. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണേ. കമന്റ് ചെയ്യുന്നില്ലല്ലോ. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉള്ളവരൊക്കെ പറയുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മള് കുറച്ച് ടഫായിട്ടുള്ള ഒരു പോർഷൻ ആണ് ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്നത്. ആദ്യം ചൗഹാന് തോമരാസിനെ കുറിച്ച് പറഞ്ഞു, ജൈന മതക്കാര്, അമ്പലം പണിഞ്ഞു, വളരെ റിച്ചായിട്ടുള്ള ജൈനക്കാർ, കൃഷിക്കാർ, അതുപോലെ തന്നെ വ്യാപാരം 13th സെഞ്ചുറി, ഇത്രയും ഓർത്തു. പിന്നെ രാജവംശങ്ങൾ ഓർക്കുക: തോമരാസ്, അനംഗപാല, ചൗഹാൻ, പൃഥ്വിരാജ് ചൗഹാൻ, ഏർലി ടർക്കിഷ്, കുത്തുബുദ്ദീൻ ഐബക്, ഷംസുദ്ദീൻ ഇൽത്തുമിഷ്, റസിയ, ഗിയാസുദ്ദീൻ ബാൽബ്. ഖൽജി ഡൈനാസ്റ്റിയെ കുറിച്ച് കണ്ടു, തുഗ്ലക് കണ്ടു, സയ്യിദ് കണ്ടു, ലോധി കണ്ടു. ഡൽഹി സുൽത്താൻസിനെ കുറിച്ച് കണ്ടു. താരിഖും തവാരിഖുമാണ്. പേർഷ്യൻ ലാംഗ്വേജ് പഠിച്ചു. പിന്നെ ആരാണ് രാജാവിനെ പുകഴ്ത്തി എഴുതിയത്? എന്തിനാണ് പുകഴ്ത്തി എഴുതാറ്? അവർക്ക് കുറച്ച് സമ്മാനം കിട്ടാൻ. പിന്നെ അവർ കുറച്ച് ഐഡിയൽ ജസ്റ്റിസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു എന്ന് കണ്ടു. സിറ്റീസ്, അവർ കൂടുതൽ സിറ്റീസിൽ ജീവിച്ചവരാണ്. എന്താണ് സർക്കിൾ ഓഫ് ജസ്റ്റിസ് എന്ന് പഠിച്ചു. ഗാരിസൺ ടൗൺ എങ്ങനെ ഡെവലപ്പായി എന്ന് നമ്മൾ കണ്ടു. ഇന്റേണൽ ഫ്രോണ്ടിയറിനെ കുറിച്ചും എക്സ്റ്റേണൽ അതിർത്തിയെ കുറിച്ചും കണ്ടു. ക്ലിയർ ആണോ? ഓക്കെ ആണ്. മസ്ജിദ് എന്താണ് എന്ന് പഠിച്ചു. മസ്ജിദ് പഠിച്ചില്ലേ? മസ്ജിദ് പഠിച്ചോ? ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും പിടികിട്ടിയോ? ഡൗട്ട് ഉണ്ടോ? ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ ആണ്. പിന്നെ നമ്മൾ ഓരോ ചോദ്യത്തിലേക്കാണ് വന്നത്. ആദ്യം ക്യാപിറ്റൽ, ഡൽഹി ക്യാപിറ്റൽ ആക്കി ആദ്യ റൂളറിനെ കണ്ടു, അനംഗപാല. ലാംഗ്വേജ് കണ്ടു, പേർഷ്യൻ. പിന്നെ നമ്മൾ പറഞ്ഞത് ഡൽഹി ആരുടെ കാലത്താണ് വളരെ വികസിച്ചത്? മുഹമ്മദ് തുഗ്ലക്കിന്റെ കാലത്താണ്. പിന്നെ എവിടെ നിന്നാണ് ഇബ്നു ബത്തൂത്ത വന്നത് എന്ന് ചോദിച്ചു. അത് മൊറോക്കോ, ആഫ്രിക്ക. എന്താണ് സർക്കിൾ ഓഫ് ജസ്റ്റിസ് എന്ന ചോദ്യം പഠിച്ചു. ഇന്റേണൽ എക്സ്റ്റേണൽ ഫ്രോണ്ടിയേഴ്സിനെ കുറിച്ചും പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആണോ? എല്ലാവരും കമന്റ് ചെയ്യണം. മനസ്സിലായി എന്ന് കമന്റ് ചെയ്യാമെങ്കിൽ നമുക്ക് നിർത്താം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ ബൈ, സീ യു.